ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ ഞങ്ങളുടെ വൈകിയ സമയം, നിങ്ങളുടെ അർദ്ധരാത്രി സമയം ഒരുമിച്ച് ഇങ്ങനെ ആയിരിക്കാൻ ദൈവ കൃപയ്ക്കായി സ്തോത്രം. 2-ാം യാമം കഴിഞ്ഞു, 3-ാം യാമത്തിലേക്കും പ്രവേശിക്കുന്ന നിങ്ങളോട് ഒരുമിച്ച് എനിക്കും, ഞാൻ നാട്ടിൽ നിന്നല്ല, ഞാൻ ബോംബെയിലാണ്. എൻ്റെ നാടാണ് നാട്ടിൽ പുനലൂര്. ഞാൻ ഏകദേശം ഇപ്പോൾ 30 വർഷം കഴിഞ്ഞ് 30 വർഷം ആകുന്നു ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ബോംബെയിലാണ്. ബോംബെയിൽ ന്യൂ ബോംബെ പൻവേൽ എന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അവിടെ നിന്നാണ് ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത്. എന്നെ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ബ്രദർ സനുവിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളും തമ്മിൽ കണ്ടിട്ടില്ല. ദൈവം തരുന്ന ബന്ധങ്ങളാണ് ഇതെല്ലാം. ഹല്ലേലൂയ. ദൈവം തരുന്ന ബന്ധങ്ങൾക്ക് അത് കാൽവരി ക്രൂശ് മാത്രമാണ് ആധാരമായിരിക്കുന്നത്. ലോകത്തിലെ മറ്റു ബന്ധങ്ങളോ പരിചയങ്ങളോ കഴിവോ മിടുക്കോ ഒന്നുമല്ല. പരിശുദ്ധാത്മാവ് ദൈവം ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാൻ ആഗ്രഹിച്ചാൽ അത് ഏത് തരത്തിലും ഇൻട്രൊഡ്യൂസ് ചെയ്യും. എനിക്കിപ്പോ ഇന്ന് ഇവിടെ നിങ്ങളോടൊപ്പം വന്ന് ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തിന്റെ വചനം ഷെയർ ചെയ്യണമെന്ന് ഞാൻ ജനിക്കുന്നതിന് മുൻപേ, അല്ലെങ്കിൽ റൈസ്ഡ് ഇൻ ഗ്ലോറി എന്നൊരു പറഞ്ഞൊരു സൂം പ്ലാറ്റ്ഫോം ഉണ്ടാകുന്നതിന് മുൻപേ ദൈവം നിശ്ചയിച്ചിരുന്ന കാര്യമാണ് ഇന്നൊരു ദിവസം ഇങ്ങനെ വന്ന് നമ്മൾ സംസാരിക്കണമെന്നുള്ളത്. ഇത് നമ്മുടെ ആരുടെയും കഴിവോ മിടുക്കോ യോഗ്യതകളോ ഒന്നും കാരണമല്ല. എല്ലാത്തിനും ആധാരം, സകലത്തിന്റെയും ലാക്കും സകലത്തിന്റെയും കാരണവുമായ കർത്താവ് ഒന്ന് മാത്രമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഇങ്ങനെ ആയിരിക്കാൻ എനിക്ക് തന്ന വലിയ ഭാഗ്യത്തിന് ദൈവത്തെ സ്തുതിക്കുന്നു. ദീർഘവർഷങ്ങളായി തന്നെ കർത്താവിന്റെ വേലയിൽ ആയിരിക്കാൻ ദൈവം കൃപ ചെയ്തപ്പോൾ തന്നെ അനേക നാളുകളായി തന്നെ ഞാൻ സ്വന്തമായിട്ട് എനിക്കൊരു സൂം പ്ലാറ്റ്ഫോം ഞാൻ എൻ്റെ മീറ്റിംഗ് നടത്തുന്നുണ്ട്. അതുപോലെ ഞങ്ങൾക്ക് ചർച്ച് മിനിസ്ട്രിയും ഉണ്ട്. ദൈവം ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളെ ദാനം തന്നിരിക്കുന്നു. മൂത്തമ്മയുടെ വിവാഹം കഴിഞ്ഞ മാസം മെയ് മാസം 27-ാം തീയതി ആയിരുന്നു വിവാഹം കഴിഞ്ഞു. ഒരു കുടുംബമായിട്ട് കാനഡയിൽ വിൻസർ എന്ന സ്ഥലത്തായിരിക്കുന്നു. രണ്ടാമത്തെ മകനാണ് ഇപ്പം ഞങ്ങളോടൊപ്പം ഉണ്ട്. അങ്ങനെ ദൈവം ഞങ്ങളെ കുടുംബമായി നടത്തുന്നു. ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു ചെറിയ സാക്ഷ്യം. പിന്നെ ഞാൻ കേരളത്തിൽ പുനലൂർ എന്ന സ്ഥലത്ത്, പുനലൂരിനടുത്ത് ലംബൽ എന്നൊരു സ്ഥലത്താണ് ജനിച്ചു വളർത്തപ്പെട്ടത്. ഒരു ഹലോ, കേൾക്കാമോ? ഒരു മാർത്തോമ പപ്പ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നു. എങ്കിൽ എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ 5 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ കൃപയാൽ ഈ കർത്താവായ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാനുള്ള ഭാഗ്യം ദൈവം തന്നു. അന്ന് മുതൽ ഇന്ന് വരെയും കർത്താവിന്റെ വേല ചെയ്യുന്നത് തന്നെ പറയാം. ആമേൻ, ഹല്ലേലൂയ. 5 വയസ്സ് പ്രായമുള്ളപ്പോൾ രക്ഷിക്കപ്പെടുവാൻ, ഉടനെ തന്നെ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുവാൻ, 10 വയസ്സ് പ്രായമുള്ളപ്പോൾ കൃപാവരത്തിൽ നിറയപ്പെടുവാൻ, 12 വയസ്സുള്ളപ്പോൾ സ്നാനപ്പെട്ടു. അങ്ങനെ കൃപയാൽ ഇന്നുവരെയും ദൈവത്തിന്റെ കൃപയോടുകൂടി നിൽക്കുവാൻ ദൈവം സഹായിക്കുന്നു. അന്നും ഇന്നും എപ്പോഴും എൻ്റെ ഏക ലക്ഷ്യം കർത്താവിന്റെ വേല എന്നുള്ളതാണ്. എവിടെ അയച്ചാലും എപ്പോഴാണെങ്കിലും ഏത് സമയത്തും ഒരുങ്ങി നിൽക്കുക. എവിടെയാണ് കർത്താവ് നമ്മെ അയക്കുന്നത് അവിടെ എല്ലാം പോയി കർത്താവിന്റെ ഒരു സാക്ഷിയായി നിൽക്കുക, കർത്താവിന്റെ വചനം പ്രസംഗിക്കുക, പ്രാർത്ഥിക്കുക. ഇതൊക്കെയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. കർത്താവ് അതിനെ കണ്ടത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, അന്ന് എൻ്റെ കുടുംബത്തിൽ വേറെ ആരും ഇല്ലായിരുന്നു ഈ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാൻ. എൻ്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായിട്ട് സ്വർഗ്ഗത്തിലെ ദൈവം എന്നെയാണ് വിളിച്ച് വേർതിരിച്ചത്. അതിനുശേഷം അടുത്ത തലമുറയിൽ പലരും വന്നിട്ടുണ്ട്. എൻ്റെ പപ്പായുടെ കുടുംബത്തിൽ ഇന്നും 1-2 ഫാമിലി മാത്രമേ വിശ്വാസം, ബാക്കി എല്ലാവരും ഇന്നും മർത്തോമയുടെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ നിൽക്കുന്നു. എങ്കിലും കൃപയാൽ ഞങ്ങളെ ദൈവം വിളിച്ച് വേർതിരിച്ചത് ഓർത്തില്ല. ദൈവത്തിന് 1000 നന്ദി. ദൈവം ചെയ്യുന്ന എല്ലാ ഉപകാരങ്ങൾക്കുമായി സജീവോത്സവമായി ദൈവം നടത്തുന്നു. നമുക്കറിയാം, ക്രിസ്തീയ ജീവിതം ഒത്തിരി പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വീഴ്ചകളും താഴ്ചകളും ഓളങ്ങളും തിരമാലകളും ഒക്കെ ഏറുവരുന്നതാണെങ്കിൽ അവിടെ എല്ലാം ജയോത്സവമായിരുന്നു. കർത്താവ് ധൈര്യത്തോടെ പറയാൻ കഴിയും, നീതിമാന്മാരുടെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, എങ്കിലും യഹോവ എല്ലാത്തിൽ നിന്നും വിടുവിക്കുന്നു. ആമേൻ. 6 കഷ്ടത്തിൽ ദൈവം നിന്നെ വിടുവിക്കും. 7ാമത്തേതിലും വരത്തില്ലെന്നല്ല, 7 വരും, പക്ഷെ തിന്മ നിന്നെ തൊടുകയില്ല. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10000 പേരും വീഴും, എങ്കിലും നിന്നെ കാക്കുന്ന ഒരു ദൈവമുണ്ട്. സിംഹങ്ങളുടെ ഗുഹയ്ക്കുടെ നടുവിൽ, സിംഹത്തിന്റെ ഗുഹയുടെ വായ അടയ്ക്കാമെന്ന് പറഞ്ഞില്ല, പക്ഷെ സിംഹത്തിന്റെ വായ അടയ്ക്കാമെന്ന് ദൈവം പറഞ്ഞായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. ഒരുപക്ഷെ നമ്മുടെ മുമ്പിലുള്ള സിംഹത്തിന്റെ ഗുഹയുടെ വായ അടഞ്ഞു കാണത്തില്ലായിരിക്കാം, എങ്കിലും സിംഹത്തിന്റെ വായ അടച്ചൊരു കർത്താവ് നമുക്ക് വേണ്ടി ഉള്ളത് കൊണ്ടാണ് ഇന്ന് നാം അല്ലെങ്കിൽ ധൈര്യമായിട്ട് നിൽപ്പാൻ ദൈവം നമുക്ക് കൃപ തരുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം വളരെ ധൈര്യത്തോടെ, ആമേൻ, വളരെ കൃപയോടെ ആയിരിക്കും ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഞാൻ കഴിഞ്ഞ ജൂൺ മാസം, അത് 1 മുതൽ 30-ാം തീയതി ദിവസം ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഒക്കെ ആയിരുന്നു. ഒരു നേരം ഫുഡ് കഴിച്ചുകൊണ്ട് ബാക്കി സമയങ്ങളൊക്കെ ദൈവത്തോടു കൂടി അടുത്തിരിപ്പാൻ ഒരു ഭാഗ്യം തന്നു. ആ ദിവസങ്ങളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം എന്നെ ഒരു വചനം, ചില നാൾക്ക് മുമ്പ് തൊട്ട് ഒരു വചനം എൻ്റെ ഹൃദയത്തിനകത്ത് തരുന്നുണ്ടായിരുന്നെങ്കിലും ഇതുവരെ ഒരു പ്രസംഗമായിട്ട് എനിക്ക് ഒരു സ്റ്റേജിലും പ്രസംഗിക്കാൻ ദൈവം അവസരം തന്നിരുന്നില്ല. പക്ഷെ ഈ ഉപവാസ പ്രാർത്ഥനയിലും ദൈവം എന്നോട് ആ വചനം പിന്നെ ഇടപെട്ടതനുസരിച്ച് ഞാൻ അതൊരു മെസ്സേജായി ഇങ്ങനെ എഴുതിയും പ്രാർത്ഥിച്ചും ചിന്തിച്ചും ഒക്കെ ഇരിക്കുന്ന സമയത്താണ്
അവൻ പ്രിയ സിസ്റ്റർ എന്നെ വിളിക്കുന്നതും ഈ വിഷയം പറഞ്ഞതും, ഒരാളെന്നെ വിളിച്ചാൽ ഞാൻ കർത്താവ് എന്താണ് പോയി പറഞ്ഞത്, എനിക്ക് സ്വന്തമായിട്ട് പറയാനൊന്നുമില്ല, സ്വന്തമായിട്ട് പറയാനൊന്നും അറിയത്തുമില്ല. അതുകൊണ്ട് കർത്താവ് എന്തെങ്കിലും തന്നിട്ട് പറഞ്ഞെങ്കിലേ പറ്റുള്ളൂ, അതുകൊണ്ട് പ്രയോജനമുള്ളൂ. അത് മാത്രമാണ് എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത്. കർത്താവ് ഇവിടെ എന്ത് സംസാരിക്കണം, പ്രത്യേകിച്ച് നിങ്ങളുടെ മീറ്റിംഗ് ഒരു മിഡ് നൈറ്റ് പ്രയർ ആണെന്ന് കൂടെ പറഞ്ഞു. അപ്പോൾ ഇത് നമുക്കറിയാം 11:30 12 മണി സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഉറക്കം വരുന്ന സമയമാണ്. നിങ്ങൾ ഓസ്ട്രേലിയൻ ആണല്ലോ പലരും, അവിടെ നിങ്ങൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് രാവിലത്തെ പകലത്തെ അധ്വാനമൊക്കെ കഴിഞ്ഞ് ക്ഷീണത്തോടൊക്കെ വന്നിരിക്കുന്നവരാണ്. അപ്പൊ നിങ്ങളോട് പറയണമെങ്കിൽ ദൈവത്തിന്റെ ഒരു ആലോചന കർത്താവ് എന്നോട് പറയണമെന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധനോട് പറഞ്ഞു ഈ ഒരു ദൂത് നിങ്ങളോട് പറയാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എന്റെ ഇത്രയും വർഷത്തെ പരിചയത്തിൽ ഇതുവരെ എങ്ങും പ്രസംഗിച്ചിട്ടില്ല, ആദ്യമായിട്ട് തന്നെ ഈ ഒരു ദൂത് നിങ്ങളുടെ മുമ്പിൽ തന്നെ അതേപക്ഷം ദൈവം എന്നോട് കുറെ നാളുകൊണ്ട് പറയുന്ന ഒരു ദൂതും കൂടെ എനിക്ക് നന്നായിട്ട് അറിയാം. ദൈവം ആളിന്റെ പെരുപ്പത്തിലല്ല, അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ സംസാരിക്കുന്ന ഒരു കർത്താവാണ്. അവൻ കർത്താവ് എന്നെ പഠിപ്പിച്ച ഒരു വലിയ കാര്യമാണ്. യേശു പള്ളിപ്രമാണിയായ യായിറോസിന്റെ അടുക്കൽ വന്നപ്പോൾ, അല്ലെങ്കിൽ പള്ളിപ്രമാണിയായ യായിറോസ് യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ യേശു എന്താ പഠിപ്പിച്ചത്? ഏറ്റവും ബേസിക് കാര്യം, ഏറ്റവും ഏറ്റവും ലോ ലെവലുള്ള അല്ലെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായി നീ എന്ത് ചെയ്യണം? പുതുതായി ജനിക്കണം. ആ പള്ളിപ്രമാണിയാണ് അമ്മ തിരുവചനം ന്യായപ്രമാണം അരച്ച് കലക്കി കുടിച്ച് പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഇത്ര പണ്ഡിതനായ ഇത്ര അറിവുള്ള ഒരാളോട് യേശുവിന് എന്താ പറയാനുള്ളത്? നീ പുതുതായി ജനിക്കണം. അതേ പക്ഷം ഹല്ലേലൂയ ആമേൻ നാം ഹല്ലേലൂയ ശമരിയാക്കാരി സ്ത്രീ എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ കർത്താവിന്റെ ഭാഷ പറഞ്ഞ 7 ഭർത്താക്കന്മാരുള്ളത് ഇപ്പോൾ ഉള്ളവനോ നിന്റെ ഭർത്താവല്ല എന്ന് പറയുന്ന നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അവളോട് മിണ്ടാൻ പോലും കൊള്ളത്തില്ല, അവളോട് പോകാൻ പോലും കൊള്ളത്തില്ല, അവളോട് എന്ത് പറയാൻ, അവളുടെ അടുത്ത് എന്നാൽ മാനസാന്തരം പ്രസംഗിക്കണമെന്ന് നാം പറയുന്നുള്ളൂ. പക്ഷേ എന്റെ യേശു അവിടെ ചെന്ന് അവളോട് മാനസാന്തരമല്ല പ്രസംഗിച്ചത്, അവളോട് പറഞ്ഞു ഹല്ലേലൂയ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവായ മശീഹയാണെന്നുള്ളതായ ആ വലിയ വെളിപ്പാട് അവൾക്ക് വെളിപ്പെടുത്തിയത്. അതുകൊണ്ട് എന്റെ ദൈവം മനുഷ്യർ കാണുന്നത് പോലെയല്ല നമ്മളെ കാണുന്നത്. ഹല്ലേലൂയ ആമേൻ. ലോകം ഹല്ലേലൂയ സാഹചര്യം നോക്കി, ആമേൻ, ആൾക്കാരെ നോക്കി, മുഖം നോക്കി, ആമേൻ ഹല്ലേലൂയ, അല്ലെങ്കിൽ അവരുടെ വസ്ത്രധാരണം കണ്ടൊക്കെ ആമേൻ ഹല്ലേലൂയ അവരുടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ എന്റെ ദൈവം എപ്പോഴും ഹൃദയങ്ങളെ നോക്കുന്ന ഒരു കർത്താവ്, ഹൃദയങ്ങളെ നോക്കി സംസാരിക്കുന്ന ഒരു കർത്താവ്. എനിക്ക് ഈ മീറ്റിങ്ങിനോട് എനിക്ക് യാതൊരു പരിചയമില്ല. ബ്രേസിസ് 2 ദിവസം മുമ്പ് എന്നെ ഒന്ന് വിളിച്ചൊരു ഫോണിലൂടെ പരിചയം മാത്രമേ ഉള്ളൂ, അല്ല വേറെ ഒരു പരിചയമില്ല. പക്ഷേ ഈ ഒരു ദൂത് ഹല്ലേലൂയ എന്നോട് സിസ്റ്റർ പറഞ്ഞു അത് ഈ ആളില്ല സിസ്റ്റർ ഞാൻ, പക്ഷേ ഈ ഒരു ദൂത് എനിക്കറിയാം ആയിരങ്ങളോട് പറയേണ്ട ഒരു ദൂതാ. പക്ഷേ അവൻ സ്വർഗത്തിലെ ദൈവത്തിന് ഇത് നിങ്ങളിൽ ഒരാളെ കേൾപ്പിച്ചാൽ നിങ്ങളിൽ നിന്നും ആയിരങ്ങളെ പുറത്തെടുക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് നന്നായിട്ട് അറിയാം. കാരണം ഹല്ലേലൂയ ശമരിയാക്കാരി സ്ത്രീയോട് അവൻ എന്റെ യേശു കർത്താവ് ആരാധന എന്തെന്നും അവൻ ഞാൻ ആരാണെന്നും അല്ലെങ്കിൽ വാഗ്ദത്ത മശീഹയാണെന്നും പ്രവാചകനാണെന്നും വലിയ ദൂത് അവളുടെ മുമ്പിൽ വെളിപ്പെടുത്താൻ കാരണം അവൾ ഒറ്റ വ്യക്തിയിലൂടെ ഹല്ലേലൂയ അവൻ ഒരു ശമരിയ പട്ടണം മുഴുവനും അല്ലെങ്കിൽ ശമരിയ രാജ്യത്തെ മുഴുവനും ഹല്ലേലൂയ, കാരണം ആമേൻ ഹല്ലേലൂയ ഇസ്രായേലും ശമര്യരുമായിട്ട് അല്ലെങ്കിൽ യഹൂദിനും ശമര്യരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതിരിക്കുമ്പോൾ, യാതൊരു ബന്ധവുമില്ലാതെ വർഷങ്ങളായി അവർ തമ്മിൽ യാതൊരു സമ്പർക്കമില്ലാതിരിക്കുമ്പോൾ, കാരണം എന്റെ യേശു വന്നത് യഹൂദനെ മാത്രം തേടിയല്ല, എന്റെ യേശു വന്ന സർവ്വ ലോകത്തിനും വേണ്ടി, നശിച്ചു പോകുന്ന നഷ്ടപ്പെട്ടു പോകുന്ന ലോകം വേണ്ട എന്ന് പറയുന്ന ലോകം പലരും മാറ്റി നിർത്തുന്ന പുറത്തെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന എല്ലാവരെയും ഒരേപോലെ കാരണം എന്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥന ആലയം എന്ന് വിളിക്കപ്പെടുന്നതായ ആ യേശുവിന്റെ ഹൃദയത്തിന്റെ അല്ലെങ്കിൽ പിതാവിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹത്തെ നിറവേറ്റുവാൻ വേണ്ടിയാണ് യേശു ഭൂമിയിലേക്ക് വന്നു. അതുകൊണ്ട് യേശുവിന് ശമരിയാക്കാരി സ്ത്രീയെ അവഗണിക്കുവാൻ കഴിഞ്ഞില്ല. ശമരിയാക്കാരി സ്ത്രീയോട് ഇനി പോയെന്ന് പറയാൻ കഴിയുമല്ലോ ഇല്ലയോ എന്ന് അറിയത്തില്ല. അതുകൊണ്ട് ആ ദൂത് ആരാധനയുടെ വെളിപ്പാട്, ആരാധന സത്യം വെളിപ്പെടുത്തി കൊടുത്തതുപോലെ ഹല്ലേലൂയ ഇന്ന് പകൽ രാത്രികാലവും നാം ചുരുക്കം പേരായിട്ടാണ് ദൈവത്തിലായിരിക്കുന്നതെങ്കിലും ദൈവം ആഗ്രഹിച്ചവരൊക്കെ വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ദൈവം അവൻ ആഗ്രഹിച്ചവരല്ല എന്ന് പകൽക്കാലൂടെ എത്ര പേര് വിശ്വസിക്കുന്നു? ദൈവം ആഗ്രഹിച്ചവർ, ദൈവം കണ്ടവർ ഇവിടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ഈ ദൂത് കേൾപ്പിക്കാൻ ആരോടാണ്? ഞാൻ 100% ഒരാളോടാണ് ഈ ദൂതെങ്കിൽ ആ ഒറ്റയാളോടാണെങ്കിൽ ദൈവത്തിന് ആത്മാവ് സംസാരിക്കും. ഹല്ലേലൂയ. 1000 പേരിൽ ഒരാളോടാണ് ദൈവത്തിന് സംസാരിക്കില്ല, 1000 പേരോടും പറയണമെങ്കിൽ 1000 പേരോടും സംസാരിക്കുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. എന്നെ ഏൽപ്പിച്ച ആ വചനത്തിലേക്ക് വരട്ടെ. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 12-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം. 2 Chronicles chapter 12 verse 22. 1 ദിനവൃത്താന്തം 12-ന്റെ 22-ാമത്തെ വാക്യം. 1 Chronicles chapter 12 verse 22 വായിക്കുന്നേ. ദാവീദിനെ സഹായിക്കേണ്ടതിന് ദിവസം പ്രതി ആളുകൾ അവന്റെ അടുക്കൽ വന്നു, ഒടുവിൽ ദൈവത്തിന്റെ സൈന്യം പോലെ വലിയൊരു സൈന്യമായി തീർന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം.
പരിശുദ്ധനായ ദൈവമേ, വാക്കുമാറാത്ത കർത്താവെ, അനുഗ്രഹിക്കപ്പെടുന്ന നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവ്, ഞങ്ങൾ വളരെ ദൂരെ വിവിധ കോണ്ടിനെന്റുകളായിരിക്കുന്നെങ്കിലും കർത്താവെ, ഞങ്ങളെ എല്ലാവരെയും ഒരേപോലെ ഒന്നിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് ഞങ്ങളെ കർത്താവെ കണക്ട് ചെയ്യുന്നതിനായി സ്തോത്രം. ഇവിടെ നിന്ന് സംസാരിക്കുന്ന വചനത്തിന്റെ ഓരോ വാക്കുകളും കർത്താവെ കേൾക്കപ്പെടുന്ന ദൈവജന ഹൃദയത്തിനകത്തേക്ക് ദൈവമേ, അത് കർത്താവ് കല്ലിൽ കൊത്തിയ അക്ഷരം പോലെ, അത് പാറയെ തകർക്കുന്ന ചുറ്റിക പോലെ, അത് കർത്താവെ ഹല്ലേലൂയ ദൈവമേ, കർത്താവ് അതിവേഗപ്പെടുന്ന വചനത്തിന്റെ ശക്തിയാൽ സൗഖ്യമാക്കപ്പെടേണ്ടത്, കർത്താവെ ഹല്ലേലൂയ കീറി മുറിക്കപ്പെടേണ്ടത്, വിടിവിക്കപ്പെടേണ്ടത്, കർത്താവെ മാനസാന്തരം ഉണ്ടാകേണ്ടത്, കർത്താവെ ഹല്ലേലൂയ ദൈവമേ, രൂപാന്തരം വരേണ്ടത്, അല്ല ഒരു അപ്ഗ്രഡേഷൻ സംഭവിക്കേണ്ടത്, കർത്താവെ ഒരു ദൈവിക അപ്ഗ്രഡേഷനിലേക്ക് കർത്താവെ ഇന്ന് രാത്രിക്കാലം സ്വർഗത്തിലെ ദൈവം നടത്തുന്നതിനായി സ്തോത്രം. വായിക്കപ്പെട്ട തിരുവചനത്തിനായി സ്തോത്രം. കർത്താവെ, വചനം അങ്ങയുടേതാണ്, അടിയൻ അങ്ങയുടേതാണ്, കേൾക്കുന്ന ദൈവജനം അങ്ങയുടേതാണ്. കർത്താവെ, ഓരോരുത്തരും രാത്രികളെ ഹൃദ്യമായി സംസാരിക്കണമേ. ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോയി അവളോട് ഹൃദ്യമായി സംസാരിക്കുന്ന വചനങ്ങൾ കർത്താവിന്റെ പകൽക്കാലം ഈ രാത്രികാലം പരിശുദ്ധാത്മാവ് ദൈവമേ ഹൃദ്യമായി സംസാരിച്ച് കേൾക്കപ്പെടുന്ന ഒരു വചനം പോലെ അത് വെറുതെ നിലത്തു പോകാനിടവരാതെ, താവെ ഹല്ലേലൂയ പാറപ്പുറത്ത് വീണ വിത്ത് പോലെയോ, അത് മുള്ളിനിടയിൽ വീണ വിത്ത് പോലെയോ, താവെ വഴിയിൽ വീണ വിത്ത് പോലെ ആകാൻ ഇടയാകാതെ, കർത്താവ് നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ട വിത്ത് പോലെ അത് ഓരോരുത്തരും ഹൃദയങ്ങൾക്കകത്ത് ദൈവമേ ഹല്ലേലൂയ 30, 60, 100 മേനിയായി ഫലം കായ്ക്കുവാൻ വരും കാലം ഏതൊക്കെ ആശ്വാസം അനുഗ്രഹത്തിനും കാരണമാക്കി ഈ ജനത്തെ ടീമെ കർത്താവെ ദൈവത്തിന്റെ ഒരു സൈന്യം പോലെ, ദൈവത്തിന്റെ ഒരു സൈന്യം പോലെ, ദൈവത്തിന്റെ ഒരു സൈന്യം പോലെ ദൈവം നിർത്താൻ പോകുന്നതിനായി സ്തോത്രം. എന്റെ ദൈവം ചെയ്ത വൻ കാര്യങ്ങൾക്കായി സ്തോത്രം. മൗത്തം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. നാം വായിച്ച തിരുവചനം ഒരുപക്ഷെ നിങ്ങൾക്ക് പരിചയം കാണാം, അതൊരു പക്ഷേ ആദ്യമായിട്ട് കേൾക്കാനുള്ള സാധ്യതയും കാണാം. കാരണം ദൈവത്തിന്റെ ഒന്ന് ദിനവൃത്താന്തം 12-ാം അധ്യായം അതിന് 11-ാം അധ്യായം മുതലേ വായിക്കുന്നത് ദാവീദിന്റെ സൈന്യത്തെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഹല്ലേലൂയ. ദാവീദിന്റെ സൈന്യത്തിൽ ആരെല്ലാം ഉണ്ടായിരുന്നു, എത്ര വീരന്മാരുണ്ടായിരുന്നു, എത്ര ശക്തന്മാരുണ്ടായിരുന്നു, എത്ര നേതാക്കന്മാരുണ്ടായിരുന്നു, അവരുടെ എല്ലാം കഴിവുകളും ഇതെല്ലാം പറഞ്ഞു വന്നിട്ട് ഹല്ലേലൂയ 12-ാം അധ്യായം അതിന്റെ 22-ാം ഭാഗം നമ്മുടെ കുറിവാക്കി നമ്മൾ വായിച്ചത്, ഒടുവിൽ ദാവീദിന്റെ സൈന്യം ഒരു ദൈവത്തിന്റെ സൈന്യം പോലെയായി. ഹല്ലേലൂയ. നമ്മളെ കുറിച്ച് എല്ലാവരെ കുറിച്ചും കർത്താവ് ഹല്ലേലൂയ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നാം ആഗ്രഹിക്കുന്നത് കർത്താവിൽ നിന്ന് നമുക്കൊരു നല്ല പേര് ലഭിക്കുക എന്നുള്ളതാ. ഹല്ലേലൂയ, ആമേൻ. കർത്താവ് നല്ലവനും വിശ്വസനുമായ ദാസനെ, ആമേൻ, നീ എന്റെ വിശ്രാമത്തിലേക്ക്, നീ എന്റെ അവകാശത്തേക്ക് ചേർന്നു കൊള്ളുക എന്നുള്ള ഒരു പേര് ലഭിക്കാൻ വേണ്ടിയിട്ടാ ആമേൻ. എന്നെ കേൾക്കുന്ന ഒത്തിരി പ്രായമുള്ള അമ്മച്ചിമാരൊക്കെ എന്റെ മുമ്പിലുണ്ട്. ആമേൻ. ദീർഘനാളുകൾ നമ്മൾ ഓടിയത്, നമ്മൾ ഈ അധ്വാനിച്ചത്, നമ്മൾ ഈ കഷ്ടപ്പെട്ടത്, നമ്മൾ ഹല്ലേലൂയ എന്തെല്ലാം ചെയ്തത്, ഹല്ലേലൂയ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? നമുക്കൊരു നല്ല പേര് അവസാനം അങ്ങ് ചെല്ലുമ്പോൾ ഹല്ലേലൂയ ആമേൻ. പലരെ കുറിച്ച് കർത്താവ് ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറഞ്ഞ് പലരെയും പറഞ്ഞു വിടാറുണ്ട്. പക്ഷെ ആ ഒരു കൂട്ടത്തിലല്ല. ഹല്ലേലൂയ. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് ദൈവത്തിന്റെ കയ്യിൽ നിന്നും ഒരു നല്ല പേര് പ്രാപിക്കാൻ വേണ്ടി മാത്രമാണ് ഹല്ലേലൂയ നാം ഇതുവരെ ഓടിയതെങ്കിൽ, ഇവിടെ നമുക്ക് ദാവീദിന്റെ പ്രാരംഭമെല്ലാം നന്നായിട്ട് അറിയാം. ഹല്ലേലൂയ. ഒരു യോഗ്യതയുമില്ലാത്ത സ്ഥാനത്ത് ആമേൻ ഹല്ലേലൂയ വെറും ഹല്ലേലൂയ ഒരു വീട്ടിലെ ഏറ്റവും ഇളയ മകനായി ജനിച്ചു. വലിയ പാരമ്പര്യം ഒന്നും പറയാനില്ലെങ്കിലും ആമേൻ ആ വീട്ടിലെ ഏറ്റവും ഇളയ മകനായി ജനിച്ചു. പക്ഷേ ഹല്ലേലൂയ വേദശാസ്ത്രജ്ഞർ പറഞ്ഞതനുസരിച്ച്, പല ബുക്കുകൾ വായിച്ചതൊക്കെ അനുസരിച്ച് ഹല്ലേലൂയ അത് ഇശായിയുടെ 2ാമത്തെ ഭാര്യയുടെ, അല്ലെങ്കിൽ ആമേൻ ബാക്കി 7 മക്കളുടെ അമ്മ വേറെയും ഈ ദാവീദിന്റെ അമ്മ വേറെയുമായിരുന്നു. അതുകൊണ്ടാണ് ഇശായിയുടെ ബാക്കി സഹോദരന്മാർ ദാവീദിന്റെ ബാക്കി സഹോദരന്മാർ ഇശായിയെ അവരുടെ കൂട്ടത്തിൽ കൂട്ടിയിരുന്നില്ല. അതുകൊണ്ടാണ് അവനെ ദൂരെ ആടിനെ തീറ്റാനായിട്ട് അങ്ങ് വിട്ടത്. അല്ലെങ്കിൽ ഒരിക്കലും ഇളയ മകനെ മാത്രം ആടിനെ തീറ്റാൻ വിട്ടിട്ട് ബാക്കി എല്ലാവരെയും സൈന്യത്തിലേക്ക് കയറ്റത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ദാവീദ് ഒരിക്കൽ പറഞ്ഞത്, എന്റെ അപ്പനും അമ്മയും പോലും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. ഹല്ലേലൂയ. അപ്പോൾ തന്റെ ബാല്യപ്രായം ഹല്ലേലൂയ തന്റെ ശൈശവം ബാല്യമൊന്നും അത്ര ഹല്ലേലൂയ സ്വീകാര്യമുള്ള അത്ര നല്ല കാലമായിരുന്നില്ല. എങ്കിലും ഹല്ലേലൂയ താൻ ചെറിയ പ്രായത്തില് അപ്പനെ അമ്മയെ അനുസരിക്കുന്നവനായി തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം, തന്നെ ഏൽപ്പിച്ച ഡ്യൂട്ടി ഹല്ലേലൂയ കൃത്യനിഷ്ഠയോടെ ചെയ്തു പോകുന്നവനായിരുന്നു. ഇന്ന് പകൽക്കാലം പരിശുദ്ധ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന, നമ്മളെ ആക്കിയിരിക്കുന്ന ഇടത്ത് നമ്മൾ ഇപ്പോൾ എവിടെയായിരിക്കുന്നു, ഏത് സ്ഥാനത്തായിരിക്കുന്നു, നമ്മൾ ഏത് പദവിയിലാ ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്, ആ സ്ഥാനത്ത് നമ്മൾ വിശ്വസ്തരായി തീരുക. ഹല്ലേലൂയ.
10 രൂപയുടെ കാര്യത്തിലാണ് നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നതെങ്കിൽ നാം 10 രൂപയിൽ വിശ്വസ്തരാകുക. അല്ലെങ്കിൽ അല്ലാതെ എനിക്ക് 100 രൂപ കിട്ടിയിട്ട് ഞാൻ വിശ്വസ്തനാകാം എന്നാണെങ്കിൽ, എനിക്കൊരു വലിയ ജോലി കിട്ടിയിട്ട്, എനിക്ക് വലിയൊരു പ്രൊമോഷൻ കിട്ടിയിട്ട്, വലിയൊരു സ്ഥാനം കിട്ടിയിട്ട്, അല്ലെങ്കിൽ എനിക്കൊന്ന് പ്രസംഗിക്കാൻ സമയം കിട്ടിയാൽ ഞാൻ അങ്ങനെയല്ല. ഹല്ലേലൂയ. നിന്നെ ഏത് കാര്യത്തിന് വേണ്ടി ദൈവം ഭരമേൽപ്പിക്കുന്നു അതിൽ നീ വിശ്വസ്തനായിരിക്കുന്നു എങ്കിൽ, ഹല്ലേലൂയ, നിന്നെ കാണുന്നില്ല. ഒരുപക്ഷെ നിന്റെ ജോലിയോ നിന്റെ പ്രൊഫഷനോ നീ ആയിരിക്കുന്ന സാഹചര്യമോ നിന്റെ കഷ്ടപ്പാടോ നിന്റെ വേദനയോ നിന്റെ ബുദ്ധിമുട്ടോ നിന്റെ ഞെരുക്കമോ നിന്റെ തിരസ്കരണങ്ങളോ നീ കടന്നു പോകുന്ന യാതൊരു വേദനയും ആരും കാണുന്നില്ല എന്നായിരിക്കും നീ വിചാരിക്കുന്നത്. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. ആരും നിന്നെ കാണുന്നില്ല എന്ന് നിനക്ക് തോന്നുമ്പോഴും നിന്നെ കാണുന്ന ഒരു കണ്ണ് സദാ സമയം നിന്റെ പുറകാലെയുണ്ട്. ഹാലയിൽ പോരാഞ്ഞിട്ട് അവൻ നിനക്ക് വേണ്ടി ഒരു ബുക്ക് പ്രത്യേകം മാറ്റി വെച്ചിട്ടുണ്ട്. ഹാലയിലൂയ. നമ്മളിവിടെ 14 പേരാ ഉള്ളത്. ഈ 14 പേർക്ക് വേണ്ടിയിട്ട് 14 ബുക്കാ. ഹാലയിലൂയ. ഒരിക്കലും എന്റെ പേരിലുള്ള റെക്കോർഡ് ജൂബിസിന്റെ പേരിൽ എഴുതത്തില്ല. ഹല്ലേലൂയ. ജൂബിസിന്റെ പേര് ഹല്ലേലൂയ ശോശാമാന്റിയുടെ പേരിൽ എഴുതത്തില്ല. അവരവരുടെ പേരിലുള്ളത് അവരവർക്ക് വേണ്ടിയിട്ട് ദൈവം റെക്കോർഡ് ബുക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മളൊക്കെ കോളേജിൽ പഠിച്ചപ്പോഴൊക്കെ റെക്കോർഡ് ബുക്കുകൾ സൂക്ഷിക്കുമായിരുന്നല്ലോ. ജോലി ചെയ്യുന്നതൊക്കെ റെക്കോർഡ് ബുക്കുകൾ ഉണ്ടല്ലോ. ഹല്ലേലൂയ. ഏതെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ആ റെക്കോർഡ് ബുക്കാണ് ഹല്ലേലൂയ അത് എടുത്തുകൊണ്ടുവരുന്നതെങ്കിൽ നമുക്കൊരു ദിവസം ഹല്ലേലൂയ പുസ്തകം തുറക്കുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. പുസ്തകങ്ങൾ തുറക്കുമെന്ന്. ഹല്ലേലൂയ. അതൊന്ന് ഈ തിരുവചനം തുറക്കുന്നത്. 2 ഹല്ലേലൂയ ജീവപുസ്തകം തുറക്കും. 3 സ്മരണയുടെ പുസ്തകം തുറക്കും. ഈ സ്മരണയുടെ പുസ്തകം എന്ന് പറയുന്നത് ഈ ആയുസ്സിൽ 50, 60, 70, 80, 90, 100 എത്രയാകട്ടെ ഈ ജീവിത യാത്രയ്ക്കകത്ത് ഞാൻ ചെയ്തത് ഹല്ലേലൂയ അവരുടെ വചനം നല്ലതാകിലും അത് തീയതാകിലും അതിന് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുന്ന ഒരു നല്ല യജമാനനെയാണ് ഞാൻ നിങ്ങളെ സേവിക്കുന്നത്. അതുകൊണ്ടാണ് വഴിമധ്യത്തിലേക്ക് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ വലഞ്ഞു കിടന്ന ഹല്ലേലൂയ നല്ല യജമാനൻ നമ്മളെ കണ്ടുവരുന്നു. വരിക, എന്റെ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യുക. നിങ്ങൾ വെറുതെ മെനക്കെട്ട് നടക്കുകയല്ലേ, അതുകൊണ്ട് മെനക്കെട്ടിരിക്കണ്ട, വന്നോളൂ, ഞാൻ ന്യായമായത് തരാമെന്ന് പറഞ്ഞു. ഇന്ന് പകരത്തിൽ എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും, എന്റെ ദൈവം ന്യായമായത് എനിക്ക് തന്നിട്ടുള്ള ദൈവം. ഹല്ലേലൂയ. ആമേൻ. എന്റെ ദൈവം ആർക്കും കടക്കാരനല്ല. എന്റെ ദൈവം ആർക്കും കടക്കാരനല്ല. എന്റെ ദൈവം ആർക്കും കടക്കാരനല്ല. പകൽക്കാലം പരിശുദ്ധാത്മാവിന് നന്ദി പറയുന്നു. നിങ്ങളുടെ ജീവിതയാത്രയിൽ ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ നിങ്ങൾ വിചാരിച്ചതുപോലെ കാര്യങ്ങളെല്ലാം അങ്ങോട്ട് മുൻപോട്ട് പോകുന്നില്ല എന്നൊരു ചിന്ത നിങ്ങൾ ഭരിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ചെറിയ ആയുസ് കൊണ്ട് തീരുന്നതല്ല നമ്മുടെ ജീവിതം. ഈ ആയുസ്സിൽ മാത്രം നാം പ്രത്യാശ വെച്ചാൽ സകല മനുഷ്യരും നമ്മൾ അരിഷ്ടന്മാരാ. കാരണം നമുക്കൊരു പ്രത്യാശ നാടുണ്ട്. നാം ആ നാട്ടിലേക്ക് യാത്ര ചെയ്യുകയാ. കൂലി മാത്രമേ ഇവിടെ ലഭിക്കുന്നുള്ളൂ. പ്രതിഫലം മുഴുവനും അവിടെ നിൽക്കുന്നതാകയാൽ എന്തെങ്കിലും ഇവിടെ കിട്ടിയില്ല എന്ന് തോന്നിയാലും എന്റെ ദൈവം ദൈവം തന്നെയാണ്. പക്ഷേ ചിലത് ലഭിച്ചില്ലെന്ന് തോന്നുന്നതിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, അത് പ്രതിഫലമായി മാറ്റി വെച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് പ്രതിഫലമായി മാറ്റി വെച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. യെസ്, ഉടമ നല്ല കമ്പനികളിലോ നല്ല ഓഫീസിലൊക്കെ ജോലി ചെയ്താൽ സാലറി മുഴുവനും നമുക്ക് തരത്തില്ല. അവർ കുറെ അങ്ങ് പിടിച്ചു വെക്കും. ഹല്ലേലൂയ. ഞാനും കുറച്ചു നാൾ ഇവിടെ ജോലി ചെയ്തത് 10 വർഷത്തോളം ജോലി ചെയ്ത ആളാണ്. എനിക്കും അറിയാം. PF അത് പിടിച്ചിട്ട് ഇവിടെ ഗ്രാറ്റുവിറ്റി പിടിച്ചു വെക്കും, നമ്മുടെ പെൻഷൻ ഉള്ളത് മാറ്റി വെക്കും, പിന്നെ ടാക്സ് മാറ്റി വെക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ സാലറി കൈ കിട്ടത്തുള്ളൂ. ആദ്യം നമുക്കൊരു വിഷമം തോന്നുമെങ്കിലും പക്ഷെ എന്തെങ്കിലും ജോലി കിട്ടുന്ന ഒരു സമയമുണ്ടല്ലോ, അന്ന് നമുക്ക് ഭയങ്കര സന്തോഷം. അല്ലേ? കാരണം നമ്മുടെ കയ്യിൽ അന്നേ ചെലവായി പോയേനെ. അവര് പിടിച്ചു വെച്ചത് കൊണ്ട് നമ്മൾ ഇറങ്ങി വരാൻ വല്ലതും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നതുപോലെ ഹല്ലേലൂയ ഇന്ന് നമുക്ക് എവിടെയെങ്കിലും അല്പം പ്രയാസം തോന്നുന്നെങ്കിൽ ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല. സമാധാനത്തോടെ ഇരുന്നാൽ മതി. ആമേൻ. കൂലിയും പ്രതിഫലവും തരുന്ന ഒരു നല്ല യജമാനനെ നാം സേവിക്കുന്നത്. അവൻ ഒരു നല്ല യജമാനനെ സേവിപ്പാൽ നമുക്ക് കൃപയാൽ ഭാഗ്യം ലഭിച്ചതോർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അതുകൊണ്ട് ദാവീദ് ഒറ്റയ്ക്കാണ് കാട്ടിലായിരുന്നതെങ്കിലും ആമേൻ ഹല്ലേലൂയക്കാരുടെ വളരെ പരമപ്രധാനമായിട്ടുണ്ട്. എന്റെ ഒറ്റപ്പെടലുകളിൽ ഞാൻ ആരാണ് എന്നുള്ളത് വെളിവാകുന്നത് അവിടെയാണ്. ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ എന്ത് കാണുന്നു, ഞാൻ എങ്ങനെ നിൽക്കുന്നു. ഇപ്പോൾ ഇവിടെയൊക്കെ CC ക്യാമറ എല്ലായിടും ഉണ്ടെങ്കിലും ഹല്ലേലൂയ ആമേൻ അന്ന് അവിടെ കാട്ടിൽ CC ക്യാമറ ഒന്നും ഉണ്ടായിരുന്നില്ല. ഹല്ലേലൂയ. ദാവീദിന്റെ ആടുകളുമായി ദാവീദ് കാട്ടിലായിരിക്കുമ്പോൾ അവിടെ ഒരു CC ക്യാമറ ഉണ്ടായിരുന്നില്ല എങ്കിലും യെസ് ഹല്ലേലൂയ ഉയരത്തിലൊരു ക്യാമറ, ആർക്കും അടയ്ക്കുവാൻ കഴിയാത്ത ക്യാമറ. ദാവീദിനെ ഫോക്കസ് ചെയ്യുമ്പോൾ അവൻ ക്യാമറയ്ക്കകത്ത് എപ്പോഴും കാണുന്നത് അവനെ ഏൽപ്പിച്ച ഡ്യൂട്ടി അവൻ കൃത്യതയോടെ ചെയ്യുന്നു. അപ്പോൾ തന്നെ അവന് വീട് കിട്ടുന്ന സമയം എപ്പോഴും അങ്ങ് പ്രാർത്ഥിക്കാനൊന്നും പറ്റിയെന്ന് വരത്തില്ല, എപ്പോഴും അങ്ങ് ഹല്ലേലൂയ ആരാധിക്കാൻ പറ്റുന്ന കാരണം ജോലി ഉണ്ടല്ലോ. അവൻ അതുകൊണ്ട് ലഭിക്കും
ലഭിക്കുന്ന സമയം കണ്ടെത്തി, പരിശുദ്ധാത്മാവിന് നന്ദി, സമയങ്ങളെ കണ്ടെത്തി ദൈവസന്നിധിയിൽ വരുന്നവരെയാണ് സ്വർഗം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. നിനക്ക് ലഭിക്കുന്ന സമയത്തിനകത്ത് നീ സമയത്തെ കണ്ടെത്തി കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ തയ്യാറാകുമെങ്കിൽ, എന്റെ കർത്താവിനെ സ്തുതിക്കുന്ന വ്യക്തിയാണെങ്കിൽ, എന്റെ കർത്താവിനെ ആരാധിക്കുന്ന വ്യക്തിയാണെങ്കിൽ, കർത്താവിന് വേണ്ടി നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ, സാഹചര്യം മറന്ന്, സമയങ്ങളെ മറന്ന്, ഏത് പ്രതികൂലത്തിന്റെ സാഹചര്യമാണെങ്കിലും കർത്താവിന് വേണ്ടി നിൽക്കുവാൻ നീ തയ്യാറാകുന്ന വ്യക്തിയാണെങ്കിൽ സ്വർഗം നിന്നെ മാനിക്കാതെ പോകത്തില്ല. അതിന് രണ്ട് തരമില്ല. ഹല്ലേലൂയ. യേശുവിന്റെ രക്തം രാത്രികാലം ഹൃദയത്തിനകത്ത് എവിടെയെങ്കിലും ഭാരമോ ടെൻഷനോ നിങ്ങളുടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽ രാത്രികാല ശുശ്രൂഷയിലൂടെ അത് പൂർണ്ണമായിട്ട് അങ്ങ് മാറണം. എന്റെ കർത്താവ് എന്നെ നന്നായി അറിയുന്ന ഒരു കർത്താവ്, എന്നെ നന്നായി കാണുന്ന ഒരു കർത്താവ്. അതുകൊണ്ടല്ലേ ഹല്ലേലൂയ സാറായുടെ വീട്ടിലെ കഠിനത സഹിക്കാൻ കഴിയാഞ്ഞിട്ട് ഇറങ്ങി ഓടുകയായിരുന്നു. സാറായുടെ അബ്രഹാമിന്റെ പറഞ്ഞിട്ടൊന്നും അല്ല പോയത്, ഒളിച്ചോടി പോകുകയായിരുന്നു. താനൊരു പ്രഗ്നന്റും കൂടിയാണ്. തന്റെ ജീവിതത്തിൽ എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്നൊന്നും അവൾക്ക് അറിയത്തില്ല. എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല, എങ്ങോട്ട് തിരിയണമെന്ന് അറിയത്തില്ല. ഉദരത്തിലൊരു കുഞ്ഞുമുണ്ട്. അവൻ ഓടിപ്പോകാൻ പറ്റിയ ഒരു സാഹചര്യം അല്ലെങ്കിലും അവൾ ഇറങ്ങി ഓടുകയായിരുന്നു. ഇറങ്ങി ഓടിയ ഹല്ലേലൂയ ഹാഗറിനെ അവൻ തേടി ഒരു ദൂതൻ ശൂർ മരുഭൂമിയിൽ നിന്നതുപോലെ. ഹല്ലേലൂയ. അവിടെ കാണുന്നത് ഹാഗർ അവിടെ ചെന്നിട്ടല്ല ദൂതനോട് വന്നത്. അവൻ ഹാഗർ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ സ്വർഗത്തിലെ ദൈവം ദൂതനോട് പറഞ്ഞു, ഹാഗർ അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. കാരണം അവൻ എന്റെ ദാസനായ അവൻ അബ്രഹാമിന്റെ ഭാര്യയാണ്, അബ്രഹാമിന്റെ സന്തതിയാണ് അവൾ ഉദരത്തിൽ വഹിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അവളെ കൈവിടുവാൻ കഴിയുകയില്ല. നീ അവളെ തേടി അവൻ ശൂരിൽ മരുഭൂമിയിൽ നിൽക്കണം. അതുകൊണ്ടാണ് ഹാഗർ ചോദിച്ചത്, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ? അല്ലെങ്കിൽ ഹാഗർ വിചാരിച്ച് അബ്രഹാമിന്റെ വീട്ടിൽ മാത്രമേ ദൈവം വരത്തുള്ളൂ. അബ്രഹാമിയുടെ യാഗവും യാഗപീഠവും അവൻ ആരാധനയൊക്കെ നടക്കുന്ന വീടായതുകൊണ്ട്, ദൈവത്തെ ആരാധിക്കുന്ന വീടായതുകൊണ്ട് അവിടെ മാത്രമേ ദൈവം വരത്തുള്ളൂ അവൻ ഹാഗർ വിചാരിച്ചു. പക്ഷേ ഹാഗരെ നീ അറിയാത്തില്ല, നിന്നെ ആരും അറിയുന്നില്ലെന്ന് കരുതി നീ ഓടിയാലും നിന്റെ പുറകാലെ വരുന്ന, നിന്നെ തേടി വരുന്ന, നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ടാണ് ഹാഗർ ദൈവത്തിന് ഒരു പേര് വിളിച്ചു, എന്നെ കാണുന്ന ഒരു ദൈവം. നമ്മുടെയൊക്കെ ജീവിത യാത്രകളിൽ നമുക്ക് എന്റെ കർത്താവ് എത്ര പേര് വിളിക്കാൻ കഴിയും. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ വഴിയാത്രകളിൽ എന്റെ ദൈവം നമ്മെ തേടി വന്നു. നാം തേടാതിരുന്നപ്പോൾ ആരും എന്നെ കാണത്തില്ല, ആരും എന്നെ അറിയത്തില്ല, ആർക്കും ഒന്നും മനസ്സിലാകത്തില്ലെന്നൊക്കെ കരുതി നാം ഓടിപ്പോയ സ്ഥാനത്തും നമ്മെ തേടി വന്നൊരു കർത്താവ്, നമ്മെ തേടി വന്നൊരു കർത്താവ്. ഇന്ന് പകൽക്കാലം നീ ആയിരിക്കുന്ന അവസ്ഥയ്ക്കകത്തേക്ക് ഇറങ്ങി വരുന്നൊരു കർത്താവ്, നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ, നിനക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യുവാൻ, നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു കർത്താവ്. ഹല്ലേലൂയ. ആ ദാവീദിനെ തേടി ശമൂവേലിനെ അയക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ആ ശമൂവേൽ ഹല്ലേലൂയ ദാവീദിനെ തേടി ഹല്ലേലൂയ ദാവീദിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ദാവീദ് വീട്ടിലില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ചിലയിടത്തൊക്കെ നമ്മളെ മാറ്റി നിർത്തുന്നത് എന്തെന്നറിയാമോ? അല്ലെങ്കിൽ വിളിക്കാതെ വീട്ടിലൊരു വലിയ ഏറ്റവും വലിയ രാജാവും പ്രവാചകനും എല്ലാം ഒരാൾ തന്നെയാണ്. ശമൂവേലാണ് ന്യായാധിപനും രാജാവും പ്രവാചകനും എല്ലാം മറ്റൊരാൾ തന്നെയാണ്. ആ ഒരു വലിയ രാജാവ് തന്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ ദാവീദിനെ വിളിച്ചിട്ടില്ലായിരുന്നു. ഞാൻ മുൻപേ പറഞ്ഞല്ലോ, ഒരു വലിയ കാര്യം, നമ്മുടെ വീട്ടിൽ പറഞ്ഞ വലിയ സെലിബ്രേഷൻ നടക്കുക. അന്ന് ആ വീട്ടിൽ ആകെ മക്കളുള്ള ഒരെണ്ണനെ വിളിച്ചില്ലെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാകുമല്ലോ അവനോടുള്ള ഭവനത്തിന്റെ ഹല്ലേലൂയ ആ മനോഭാവം എന്താണ്, ആറ്റിറ്റ്യൂഡ് എന്തെന്ന് മനസ്സിലാകുമല്ലോ. ഹല്ലേലൂയ അവനെ വിളിച്ചില്ല എന്നുകൊണ്ട് അവൻ ശമൂവേലിൽ ചോദിച്ചു, നിനക്ക് ഇത്രയേ ഉള്ളൂ മക്കളെന്ന്. ഇനിയിപ്പൊ കള്ളം പറയാൻ പറ്റുമോ? പ്രവാചകനല്ലേ ചോദിച്ചത്, കള്ളം പറയാൻ പറ്റുമോ? എന്റെ പ്രിയമുള്ള ദൈവമക്കളെ, എനിക്കറിയില്ല എന്തുകൊണ്ട് ദൂത് ഇങ്ങനെ വരുന്നതെന്ന്. ഹല്ലേലൂയ. നിന്നെ എവിടെയെല്ലാം മാറ്റി നിന്റെ പേര് പറയാതെ, നിനക്കൊരു പ്രൊമോഷൻ തരേണ്ട സമയത്ത്, നിനക്കൊരു ഇൻക്രിമെന്റ് തരേണ്ട സമയത്ത്, നിനക്കൊരു നന്മ തരേണ്ട സമയത്ത്, നിന്റെ പേര് പറയേണ്ട സമയത്ത്, നിന്റെ പേര് വെളിപ്പെടുത്തേണ്ട സമയത്ത്, നിന്റെ പേര് മുൻപിൽ കൊണ്ടുവരേണ്ട സമയത്ത് അവർ തന്നെ കൊണ്ടുവരേണ്ടവർ തന്നെ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ വളർത്തേണ്ടവർ തന്നെ തളർത്തിയാൽ വേലി തന്നെ വിളവ് തിന്നാലും ഹല്ലേലൂയ സ്വർഗം കണ്ടിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം അവിടെ മാറി നിന്നില്ല. അവൻ ഈശായുടെ മുമ്പിൽ അവൻ സംശയത്തിൽ നിന്നില്ല. അവനോട് ചോദിച്ചു, നിനക്ക് ഇത്രയും മക്കളെ ഉള്ളൂ എന്ന് ചോദിച്ചു.
പരിശുദ്ധാത്മാവിന് നാം ഇന്ന് പകൽക്കാലത്ത് ആരുള്ള ദൂത് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന് നാം ഇതിനൊക്കെയുള്ള ചിലത് തെറ്റിപ്പോയി, മാറിപ്പോയി, സമയം മാറിപ്പോയി, കിട്ടിയില്ല എന്ന് ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കണം, അവരുടെ മുൻപിൽ ഇരുത്തി അവരെ കൊണ്ട് നിന്നെ വിളിപ്പിച്ച് നിന്നെ മാനിക്കുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി. നിന്നെ വിളിപ്പിച്ച് അവരെ കൊണ്ട് തന്നെ വിളിപ്പിക്കും. അവരുടെ ഫോണിൽ കൂടെ തന്നെ ഡയൽ ചെയ്യിപ്പിക്കും. അവരെ മുമ്പിൽ വെച്ച് അവരെ തന്നെ ഫോൺ വിളിച്ച് നിന്നെ അവിടെ വരുത്തിപ്പിച്ചിട്ട് നിന്റെ മേൽകളിൽ പകരേണ്ടുന്ന അഭിഷേക തൈലത്തിന്റെ കൊമ്പ് അവരുടെ മുൻപിൽ വെച്ച് നിന്റെ മേൽ പകരുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി കൽപ്പിക്കുന്ന ഒരു ദൈവം കൽപ്പിച്ചാൽ പിന്നെ ആർക്കും നോ പറയാൻ പറ്റത്തില്ല. നിന്റെ പേര് ദൈവം വെളിപ്പെടുത്തിയാൽ, നിന്റെ പേര് ദൈവം പ്രസിദ്ധമാക്കിയാൽ അതിനെ മറയ്ക്കുവാൻ ആർക്കും കഴിയില്ല. ലാസ്റ്റ് ഗതി വിട്ടിട്ട് അപ്പന് പറയേണ്ടി വന്നു, ഇനി ഒരുത്തനുണ്ട്, അവനങ്ങ് കാട്ടില്ല, നീ ഇപ്പൊ അവനെ ഇനി വരുത്തുന്നവരെ അങ്ങനെയൊക്കെ ലേറ്റ് ആവുമല്ലോ എന്ന്. പക്ഷെ പറഞ്ഞിട്ട് ശമൂവേൽ പറഞ്ഞു, അവൻ വന്നിട്ടല്ലാതെ ഞാൻ പന്തിയിലിരിക്കത്തില്ല, അവൻ വന്നിട്ടല്ലാതെ ഞാൻ പന്തിയിലിരിക്കില്ല. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവിന് നന്ദി. നീ രാത്രി എന്ന പകലെന്ന് വ്യത്യാസമില്ലാതെ ദൈവത്തിന്റെ പാവന വ്യക്തിയാണെങ്കിൽ സ്വർഗം നിന്നെ കുറിച്ച് ചില നിർബന്ധങ്ങൾ പറയാൻ പോവുകയാണ്, ചില നിർബന്ധങ്ങൾ വെക്കാൻ പോവുകയാണ്. അവൻ വന്നിട്ടല്ലാതെ ഞാൻ പന്തിയിലിരിക്കില്ല. ഗതികേട് നോക്കണേ, ഗതികേട്. അല്ലെ ഞങ്ങളുടെ ഹിന്ദിയിൽ പറഞ്ഞ മജ്ബൂരി എന്ന് പറയും. ഹല്ലേലൂയ. അവൻ അതല്ലാതെ വേറെ നിർവാഹമില്ല. അവന് നിന്റെ പേര് പറയാതെ നിർവാഹമില്ലെന്ന്, അവന് നിന്റെ പേര് നോമിനേറ്റ് ചെയ്യാതെ, അവന് നിന്റെ പേര് ഇൻട്രൊഡ്യൂസ് ചെയ്യാതെ വേറെ നിർവാഹമില്ലെന്ന്. സ്വർഗം അവനെ അറസ്റ്റ് ചെയ്തവിടെ. ശത്രുക്കളുടെ മുൻപാകെ മേശ ഒരുക്കുന്ന ഒരു കർത്താവ്, ശത്രുക്കളുടെ മുൻപാകെ മേശ ഒരുക്കുന്ന ഒരു കർത്താവ്. രാത്രികാലം ആത്മാൽ പറയട്ടെ, ശത്രുക്കളുടെ മുൻപാകെ മേശ ഒരുക്കുന്ന മാസമായി ജൂലൈ മാസം. ഹല്ലേലൂയ. ശത്രുവിനെ കൊണ്ട് നിന്നെ, ഒരു ഹാമാനെ കൊണ്ട് അവൻ മൊർദെഖായിക്ക് വേണ്ടി ഉള്ളത് പറയിപ്പിച്ചതുപോലെ, ഒരു മൊർദെഖായിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മൊർദെഖായിക്ക് വേണ്ടി രട്ടിലും വെണ്ണീരിലും രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഒരു ജാതിയുടെ വിടുതലിന് വേണ്ടി, ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി കണ്ണീരോട് ഉപവാസത്തോട് പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന മൊർദെഖായിയെ നിനക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഹാമാനെ ഒരുക്കാൻ പോകുക. ആ ഹാമാൻ ഇപ്പോൾ നിനക്കെതിരെ കഴുകുമരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ആ രാത്രി അവൻ പണി മുഴുവനും തീർത്തിട്ട് അവൻ ജയിച്ചു എന്ന് പറഞ്ഞ് രാജാവിന്റെ പടിവാതിക്ക് നിൽക്കുമ്പോൾ രാജാവ് അവനറിയാതെ ഒരു രാത്രി ഹാമാൻ മൊർദെഖായിക്കെതിരെ കഴുകുമരം ഒരുക്കുന്ന അതേ രാത്രിയിൽ, പണി തീരുന്ന അതേ രാത്രിയിൽ സ്വർഗത്തിലെ ദൈവം ഇറങ്ങേണ്ടിടത്തിറങ്ങി നിനക്കെതിരെ എവിടെങ്കിലുമൊക്കെ ചില കഴുകുമരകൾ ഒരുക്കപ്പെടുമ്പോൾ ആ കഴുകുമര ഒരുക്കുന്നത് നീ അറിയുന്നില്ല. പക്ഷേ നീ അറിയാതിരിക്കെ നിനക്ക് വേണ്ടി ഇറങ്ങുന്ന ഒരു കർത്താവ്, നീ അറിയാതിരിക്കെ നിനക്ക് വേണ്ടി ഇറങ്ങേണ്ട ഇടത്ത് ഒരുപക്ഷെ ഞാനോ നിങ്ങളോ അല്ലെങ്കിൽ മൊർദെഖായി സ്ഥാനത്തായിരുന്നെങ്കിൽ കഴുകുമരം ഉണ്ടാക്കുന്നു എന്നറിയില്ല. എന്റെ പ്രാർത്ഥന മുഴുവൻ എന്തായിരിക്കും? കർത്താവേ, കഴുകുമരം ഉണ്ടാക്കല്ലേ, അതിന്റെ പണി പൂർത്തിയാകല്ലേ, അത് തീരുന്നതിന് മുമ്പ് എന്തെങ്കിലും സംഭവിക്കണേ, അല്ലെങ്കിൽ ഹാമാന്റെ കൈയൊടിയണേ, അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്ന ആശാരിയുടെ കൈയൊടിയണേ, കർത്താവേ കഴുകുമരം ഉണ്ടാക്കല്ലേ, ഇതായിരിക്കും എന്റെ നിങ്ങളുടെ പ്രാർത്ഥന. പക്ഷേ മൊർദെഖായി അറിയാതിരുന്നതിനായി സ്തോത്രം. അതുപോലെ നമുക്കൊക്കെ എതിരെ ഉണ്ടാക്കിയ ചില കഴുകുമരങ്ങളെ കുറിച്ച് നമ്മൾ അറിയാതിരുന്നതിനായി സ്തോത്രം. പക്ഷേ അറിയുന്ന ഒരുവനുണ്ട്. ഞാൻ അറിയാതിരിക്കുമ്പോൾ എനിക്കെതിരെയുള്ള പതിരിപ്പുകളെ ഞാൻ അറിയാതിരിക്കുമ്പോൾ തന്നെ എനിക്കെതിരെയുള്ള പതിരിപ്പുകളെ നന്നായി അറിയുന്ന ഒരു കർത്താവ്. ഞാൻ അറിയാതിരിക്കുമ്പോൾ തന്നെ എനിക്കെതിരെയുള്ള പതിയിരിപ്പുകളെ നന്നായി അറിഞ്ഞിട്ട് എന്റെ ദൈവം ഹാമാന്റെ വീട്ടിലല്ല ഇറങ്ങിയത്. എന്റെ ദൈവം ഇറങ്ങിയത് ഹാമാന്റെ വീട്ടിലല്ല. എന്റെ ദൈവം നിന്റെ
ലോക്കൽ പോലീസ് അല്ല. എന്റെ ദൈവം നിന്റെ ലോക്കൽ പഞ്ചായത്ത് മെമ്പർ അല്ല. നിന്റെ വീട്ടിൽ ശത്രുവിന്റെ വീട്ടിൽ ചെല്ലാം. എന്റെ ദൈവത്തിന് അറിയാം ഹാമാനോടല്ല എനിക്ക് ഇടപെടാനുള്ളത്. അവനേക്കാൾ വലിയ ഒരു രാജാവുണ്ട്, അഹശ്വേരോശ് രാജാവ്. 127 രാജ്യങ്ങളെ ഭരിക്കുന്ന ഒരു അഹശ്വേരോശ് രാജാവുണ്ട്. അവനൊരു പള്ളിയറയുണ്ട്. അവനിപ്പോ സുഖ ഉറക്കമാ. പക്ഷേ ഈ സമയത്തിന് അവിടെ ചെന്ന് അവനെ ഒന്ന് ചുമ്മാ നാട്ടി വിളിക്കും. അപ്പോഴവന്റെ ഉറക്കവും കെട്ടോളും. പിന്നെ അവൻ എന്താ ചെയ്യേണ്ടത് ദൈവം തീരുമാനിച്ചു. ഉറക്കം നഷ്ടപ്പെട്ട രാജാവ് പല കാര്യങ്ങളും ചെയ്യാം, പക്ഷേ അവൻ അതൊന്നും ചെയ്യാൻ പോയില്ല. നമ്മളെ പോലെ രാത്രികാലം ദൈവത്തിന് മഹത്വം പറയുന്ന ദൂതൻ അതുപോലെ കൈമാറുക. നമുക്ക് പലപ്പോഴും രാത്രി ഉറക്കമൊക്കെ നഷ്ടപ്പെടാറുണ്ട്. പക്ഷെ നമ്മളെന്തിനും എന്ത് ചെയ്യുന്നത്? ഫോണിഞ്ഞെടുക്കും കയ്യിൽ. അല്ലെങ്കിൽ എന്താ ഇങ്ങനെ എടുത്തിട്ട് പിന്നെ അതിനകത്ത് നോക്കി അവിടെ പോയി ഇതിലേ പോയി ഫേസ്ബുക്ക് മൊത്തം നോക്കും. പിന്നെ അത് കഴിഞ്ഞ് ട്വിറ്റർ മൊത്തം നോക്കും. പിന്നെ ഇൻസ്റ്റാഗ്രാം മൊത്തം നോക്കും. പിന്നെ വാട്സപ്പ് മൊത്തം നോക്കും. ഇങ്ങനെ നമ്മൾ സമയം കളയും. നമ്മുടെ സമയം രാത്രികൾ നമ്മളെ ഉറക്കം കെടുത്തത് വേറെ ഒന്നിനുമല്ല, പ്രാർത്ഥിക്കാൻ ദൈവം നമ്മളെ വിളിച്ചെഴുന്നേൽപ്പിക്കുക. ഒരു ദൈവത്തിന് ഉറക്കം എങ്ങനെയെങ്കിലും കിടന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം സ്വർഗം നിന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചെഴുന്നേൽപ്പിച്ചെന്നുള്ളതാ. നീ ആ രാത്രി എഴുന്നേറ്റ് പ്രാർത്ഥിച്ച നിന്റെ വിടുതൽ നടണമെന്നില്ല. ആരുടെയോ വിടുതലിന് വേണ്ടി, ഏതോ രാജ്യങ്ങളുടെ വിടുതലിന് വേണ്ടി, ഏതോ രാജ്യം നാച്ചുറൽ കലാമിറ്റീസ്, അവൻ പ്രകൃതി ദുരന്തങ്ങൾ നടക്കാൻ പോകുന്നു. അതിനെക്കുറിച്ച് അറിയിപ്പ് നിനക്ക് തരാൻ വേണ്ടിയായിരിക്കും. അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിനകത്ത് എവിടെയെങ്കിലും അനർത്ഥം വരാൻ പോകുന്നു, അതിനെക്കുറിച്ച് അറിവ് നിനക്ക് തരാൻ വേണ്ടിയായിരിക്കും സ്വർഗം നിന്നെ വിളിച്ചുണ്ട്. അതുകൊണ്ട് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നവരായിരിക്കണമെന്ന് ആത്മാവ് രാത്രികാലം നിങ്ങളോട് ഹല്ലേലൂയ വാണിംഗ് ആയിട്ട് പറയുക. അടുക്കി കയറുന്ന ദൂതാണത്. ഹല്ലേലൂയ. പക്ഷെ സ്വർഗം ഇറങ്ങിയത് കൊട്ടാരത്തിൽ ഇറങ്ങി അവൻ രാജാവിനെ വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് ദിനവൃത്താന്ത പുസ്തകം വായിക്കാൻ പറഞ്ഞു. ഡെയിലി ഞാൻ പറഞ്ഞ ഒരു പുസ്തകമുണ്ടെന്ന്. ഒരു പുസ്തകമുണ്ട്, ഒരു പുസ്തകമുണ്ടെന്ന്. ഒരു പുസ്തകം, ആ പുസ്തകം എടുത്ത് തുറക്കാൻ പറഞ്ഞു. വായിച്ചപ്പോഴാണ് ദാവീദ് രാജാവിന് മനസ്സിലായത് അവൻ മൊർദെഖായി തനിക്ക് ചെയ്തതും ഞാൻ അവനൊന്നും പ്രത്യുപകാരം ചെയ്തില്ലല്ലോ. നിന്നെ കാണുന്ന ഒരു കർത്താവ്, നിന്നെ കാണുന്ന ഒരു കർത്താവ്, നിന്നെ കാണുന്ന ഒരു കർത്താവ്, നിന്നെ അറിയുന്ന ഒരു കർത്താവ്. നീ ചെയ്തത്, നീ കൊടുത്തത്, നീ നിന്നത്, നിന്റെ കഷ്ടപ്പാട്, നിന്റെ അധ്വാനം, നിന്റെ കണ്ണുനീര്, നിന്റെ ഉറക്കിളപ്പ്, നിന്റെ ശൈത്യം, നിന്റെ വേനല്, ഇതെല്ലാം സഹിച്ചത് നന്നായി അറിയുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. നീ ചെയ്തതിന് തക്ക പ്രതിഫലം ഇതുവരെ നിനക്ക് തന്നിട്ടില്ല എന്ന് എന്നേക്കാൾ അധികമായി എന്നെ കുറിച്ച് നന്നായി അറിയുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന് നന്ദി പറയുക. ഹല്ലേലൂയ. പലതിലും ഞാൻ എന്നെ തൃപ്തി പ്രാപിക്കുമ്പോൾ എന്റെ കർത്താവിനറിയാം ആമേൻ ഇവൾ ചെയ്തതിന് തക്കതുപോലെ ഞാൻ ഇവൾക്ക് ചെയ്തിട്ടില്ല, എനിക്ക് ചിലത് കൂടെ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. ഇതും പോരാ എന്ന് തോന്നിയിട്ട്, ഇതും പോരാ എന്ന് തോന്നിയിട്ട് കുറെ കൂടി അനുഗ്രഹങ്ങൾ അശോഷമേനയോട് ദൈവം ഇടപെടുന്നു. മാതാവിന്റെ തലമുറകൾക്ക് വേണ്ടി സ്വർഗത്തിലെ വലിച്ചിട്ട് കൊടുക്കാൻ പോകുക. നിന്റെ കണ്ണുനീരിന്, നിന്റെ നിലവിളിക്ക്, ഉറക്കിളപ്പിനൊക്കെ സ്വർഗം പ്രതിഫലം തരാൻ പോവുകയാണ്. അവന്റെ മക്കൾ ഒന്നിനും കുറവില്ല, അവന്റെ മക്കൾ ഒന്നിനും കുറവില്ല. പ്രിയ ജൂബിസിനോട് ദൈവാത്മാവ് സംസാരിക്കുന്നുണ്ട്. അമ്മ പരിശുദ്ധ കൃത്യമായ ദാസിയോട് ദൈവം ഇടപെടുന്നുണ്ട്. ഹല്ലേലൂയ. ഒരിക്കൽ യാക്കോബ് പറഞ്ഞു, എന്റെ കൈകളുടെ അധ്വാനന്റെ ദൈവം കണ്ടു, എന്റെ രാത്രി ഉറക്കിളപ്പിന്റെ ദൈവം കണ്ടു, പകലത്തെ വെയിൽ ദൈവം കണ്ടു, രാത്രിയിലെ ശൈത്യം കണ്ടു, കള്ളൻ കൊണ്ടുപോയതിന് ഞാൻ ഉത്തരവാദിത്തം ദൈവം കണ്ടു. അതുകൊണ്ട് ഒരു രാത്രി ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി ന്യായം വിധിച്ചു. ഈ രാത്രി നിങ്ങളുടെ രാത്രിയാണല്ലോ, അർദ്ധരാത്രിയാണല്ലോ. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും ഈ രാത്രി സ്വർഗം എനിക്ക് വേണ്ടി ഇറങ്ങുന്ന രാത്രിയാണെന്ന്? ഹല്ലേലൂയ. അഗസ്തീനോസിന്റെ പള്ളിയറയിൽ ഇറങ്ങിയ ദൈവം, ഹല്ലേലൂയ, അവൻ യാക്കോബിന് വേണ്ടിയിട്ട് ഒരു രാത്രി ഇറങ്ങി ന്യായം വിധിക്കേണ്ടതിന്, ന്യായം കൊടുക്കേണ്ടതിന് വേണ്ടി രാത്രിയിൽ ഇറങ്ങിയ ദൈവം ഈ അർദ്ധരാത്രി, ഹല്ലേലൂയ, ഈ അർദ്ധരാത്രി എനിക്ക് വേണ്ടി ഇറങ്ങുന്ന രാത്രി എത്ര പേർക്ക് ഉറയ്ക്കാൻ കഴിയും? അത് ദൈവം ഇറങ്ങുന്നവനാ. അങ്ങനെ ദാവീദിനെ കൊണ്ടുവന്ന് അഭിഷേകം ചെയ്തു. ശേഷം പിന്നെ കാട്ടിൽ പോയി ചരിത്രമെല്ലാം അറിയാം. ശേഷം ഒരിക്കൽ പിന്നീട് നാട്ടിലേക്ക് വരുമ്പോൾ, വീട്ടിൽ വരുമ്പോഴാണ് അപ്പച്ചൻ പറഞ്ഞത്, ഇഷായി അപ്പ പറഞ്ഞു, മോനെ ചേട്ടന്മാരൊക്കെ അവിടെ നഗരത്തിലാണ്, അവരവിടെ മോൻ പോയി കണ്ടിട്ട് വരാൻ പറഞ്ഞു. ആഹാര സാധനങ്ങളുമായിട്ട് അവനെ അങ്ങോട്ട് വിടുമ്പോൾ, ഹല്ലേലൂയ, ഒരു കാര്യം മറക്കല്ലേ, അഭിഷേകം കിട്ടുന്നതിന്റെ തൊട്ട് പിറ്റേന്ന് നമ്മുടെ മേലെ എല്ലാ നിയോഗം വെളിപ്പെടുന്ന ആരും വിചാരിക്കരുത്. ഈ അഭിഷേകം കിട്ടുമ്പോൾ ഒരു വലിയ വാഗ്ദത്തം തന്നാണ് നമ്മളെ അയക്കുന്നത്. അതിന്റെ പിറ്റേന്ന് ഈ വാഗ്ദത്തത്തിന് നിവർത്തിക്കണമെന്ന് ആരും കരുതരുത്. ഈ വാഗ്ദത്തത്തിന് ഒരു വലിയ ഒരു പ്രോസസിങ് പീരീഡ് ഉണ്ട്.
ഒരു വാഗ്ദത്തം നമ്മുടെ മേൽ നിറവേറണമെങ്കിൽ, പ്രത്യേകിച്ച് വലിയ വാഗ്ദത്തമാണെങ്കിൽ ഒരു ലോങ് പ്രോസസിങ് അതിനകത്തുണ്ട്. ഒരു വലിയ പ്രൊസീജിയർ അതിനകത്തുണ്ട്. ഹല്ലേലൂയ. വലിയൊരു വാഗ്ദത്തം, രാജാവായ അഭിഷേകം. കാരണം ഇസ്രായേൽ ശാരീഗ്രഹത്തിൽ ഞാനൊരു രാജാവിനെ കണ്ടിരിക്കുന്ന ഒരു ഭയങ്കര വാഗ്ദത്തമായി ഇട്ടതെങ്കിലും ഇപ്പം ജീവിതവും ഈ വാഗ്ദത്തിന് യാതൊരു ബന്ധവും ഇല്ല. ഇപ്പോഴും കാട്ടിൽ തന്നെയാ ദാവീദ്, ഇപ്പോഴും കാട്ടിൽ തന്നെയാ, ഇപ്പോഴും ആട്ടിടയൻ തന്നെയാ. പക്ഷെ അഭിഷേകമുണ്ടെന്ന് കാര്യം മറക്കരുത്. നീ ഇപ്പോഴും അതേ അനുഭവത്തിലാണെങ്കിലും നിന്റെ മേൽ അഭിഷേകമുണ്ടെന്ന് നോക്കിയാൽ മതി. ഇന്ന് നിനക്ക് അഭിഷേകത്തിന് ജ്വലിപ്പാൻ കഴിയുന്നുണ്ടോ? നിന്റെ നേരെ കരടിയെ, നിന്റെ നേരെ സിംഹത്തെ നിനക്ക് കീറാൻ കഴിയുന്നുണ്ടോ? നീ രാജാവായ നിന്റെ തല കീഴിലുണ്ടെന്ന് ആരും നോക്കുന്നില്ല. നിന്റെ മേൽ വരുന്ന പ്രതികൂലത്തെ, നിന്റെ നേരെ വരുന്ന പ്രതിസന്ധിയെ നിനക്ക് വലിച്ചു കീറാൻ കഴിയുന്ന ഒരാത്മീയ അധികാരം നിന്റെ മേൽ ഉണ്ടോ എന്ന് സ്വർഗ്ഗം ചോദിക്കുന്നത്. ഇന്നും ഹല്ലേലൂയ, കർത്താവ് വാഗ്ദത്തം പൂർത്തിയായില്ലല്ലോ. വാഗ്ദത്തം കാണുന്ന ചോദ്യം ദൈവത്തിന് വേണ്ട. ദൈവത്തോട് ചോദിക്കേണ്ട. നീ ഒരു കാര്യം, നിന്റെ മേൽ അഭിഷേകം ഇന്നും അത് ലൈവാണോ നോക്കിയാൽ മതി. ഇന്നും വാഗ്ദത്തം ചലിക്കുന്നുണ്ടോ? ഇന്നും അത് ലൈവായിട്ട് തന്നെ ഉണ്ടോ? ഇന്നും അത് ജീവനായിട്ടുണ്ടോ? ഇന്നും അത് ജോസഫേ, നീ കാരാഗൃഹത്തിലാണെങ്കിലും നിന്റെ അഭിഷേകം വ്യാപരിക്കുന്നത് നോക്കിയാൽ മതി. കേൾക്കുന്ന കുഞ്ഞുങ്ങളെ, ഹല്ലേലൂയ, യെസ്, നിങ്ങളോട് ദൈവം സംസാരിക്കുക. നിങ്ങളുടെ ഈ പ്രായത്തിൽ നിങ്ങൾ കേട്ടില്ല ദൈവിക ദൂതുകൾ നിങ്ങളുടെ മേൽ നിറവേറിയില്ല എന്നൊരു ഭയമോ ഒരു ആശങ്ക നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നോ വേ, ആവശ്യമില്ല. നിങ്ങളുടെ മേൽ പകർന്ന അഭിഷേകത്തെ നിങ്ങളൊന്ന് ചലിപ്പിക്കാൻ തയ്യാറായാൽ, അഭിഷേകം ആരാധിപ്പാൻ തയ്യാറായാൽ, അഭിഷേകം നിൽപ്പാൻ തയ്യാറായാൽ, നിന്റെ മേൽ പറഞ്ഞ വാഗ്ദത്തം അത് സമയത്ത് വെളിപ്പെടുക തന്നെ ചെയ്യും. വലിയ അഭിഷേകമൊക്കെ ലഭിച്ചെന്ന് കരുതി ഇപ്പോഴും കാട്ടിൽ തന്നെയാ. പക്ഷേ ദൈവത്തിനൊരു സമയമുണ്ട്. ദൈവം വച്ചിരിക്കും. ഞാൻ കുറിവാക്യം വായിച്ചു, ഒടുവിലെന്നൊരു വാക്ക്. ദൈവം എനിക്കും നിങ്ങൾക്ക് ഒടുവിലുണ്ട്. നിന്റെ ആരംഭത്തേക്കാൾ അവസാനത്തെ നല്ലതാക്കുന്ന ഒരു കർത്താവ്, നിന്റെ ആരംഭത്തേക്കാൾ അവസാനത്തെ നല്ലതാക്കുന്ന ഒരു കർത്താവ്. നിന്റെ ആരംഭം എത്ര ചെറുതാണെങ്കിലും, നിന്റെ ആരംഭം എത്ര വൈഷമ്യമുള്ളതാണെങ്കിലും, അതെത്ര പല കെട്ടുപിടിച്ചതാണെങ്കിലും, അത് പോരാട്ടം നിറഞ്ഞതാണെങ്കിലും, അത് യുദ്ധം നിറഞ്ഞതാണെങ്കിലും, അത് നിന്ന നിറഞ്ഞതാണെങ്കിലും, നിനക്കൊരു അവസാനമുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. നമ്മൾ വായിച്ചപ്പോൾ ദാവീദിന്റെ അവസാനത്തെ കുറിച്ച് കണ്ടു. പക്ഷെ ദാവീദിന്റെ അവസാനം അന്നേരം ഒന്നും അറിയത്തില്ലായിരുന്നല്ലോ. ദാവീദ് നാട്ടിൽ വന്നു. എന്നാൽ എന്താ ചെന്നപ്പോൾ ഉടനെ ജ്യേഷ്ഠന്മാർ അവനെ വഴക്ക് പറയുകയായിരുന്നു. ഇന്ന് രാത്രികാലം വിശ്വസിക്കണം, മിക്കവാറും 99% ജ്യേഷ്ഠന്മാര് നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന ചേട്ടന്മാരാണെന്ന് വിചാരിച്ചോളണം. അമ്മേ, നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ ഒരേ ഒരാളെ, അതാണ് പരിശുദ്ധ ആത്മാവ്. അതുകൊണ്ട് നമ്മുടെ കർത്താവ് പറഞ്ഞത്, അതിനെ ഞാൻ നിന്റെ അകത്ത് തന്നെ പോണെന്ന്. അതുകൊണ്ട് നിരുത്സാഹങ്ങളെ കണ്ടിട്ട് പുറകോട്ട് പോകരുത്. നിന്റെ അകത്ത് ഒരു ആത്മാവിനെ തന്നിട്ടുണ്ട്. ആ അകത്തെ ആത്മാവ് മാത്രമേ നിന്നെ പ്രോത്സാഹിപ്പിക്കത്തുള്ളൂ. ബാക്കി എല്ലാ ചേട്ടന്മാരും, ബാക്കി എല്ലാ ചേച്ചിമാരും, ബാക്കി എല്ലാവരും നിന്നെ നിരുത്സാഹപ്പെടുത്താൻ മാത്രമേ നോക്കുന്നാൽ നിന്നെ മേൽ തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് അത് ധൈര്യത്തിന്റെ ആത്മാവാണ്, അത് ശക്തിയുടെ ആത്മാവാണ്. നിന്നെ മുൻപോട്ട് പോകുവാൻ, നിന്നെ തള്ളി വിടുന്ന, നിന്നെ ഉന്തി വിടുന്ന, നിന്നെ തിക്കി വിടുന്നതാണ് നിന്റെ പരിശുദ്ധം. നിന്റെ അകത്തിന്റെ പരിശുദ്ധാത്മാവെങ്കിൽ ആ പരിശുദ്ധം ചേർന്ന് നടന്നാൽ മതി. അമ്മ ജ്യേഷ്ഠന്മാരെ ഹല്ലേലൂയ നിരുത്സാഹപ്പെടുത്തിയുള്ളെങ്കിലും പരിശുദ്ധാത്മാവിൽ നിന്ന് നമുക്ക് സ്റ്റോറി അതിന് വേഗത്തിലോടി പോകട്ടെ. അവിടെ വെച്ചത് മല്ലനായ ഗോലിയാത്തിനെ നിലത്ത് വീഴ്ത്തി. ഹല്ലേലൂയ. അന്നേരം കിട്ടിയ ലോകം അങ്ങനെ ഒരു ജയം കിട്ടുമ്പോ അന്നേരത്തെ കാര്യത്തിന് വേണ്ടി വലിയ ഓഫർ ചെയ്യും. പക്ഷെ ഇച്ചിരി കഴിയുമ്പോൾ അത് ചിന്തിക്കുന്നത്, ഈ നമ്മൾ ഓഫർ കൊടുത്തവൻ എന്നെക്കാളും വലിയവനാകുന്നു എന്നൊരു ചിന്ത അവന്റെ ഉള്ളിൽ വന്നാൽ പിന്നെ അടുത്ത ലക്ഷ്യം എന്നെ വെട്ടുക എന്നുള്ളതാണ്. ആമേൻ, ഹല്ലേലൂയ. മനസ്സിലാക്കാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഈ അന്നേരത്തെ വെപ്രാള തത്രപ്പാടില് അവന്റെ ജീവരക്ഷയ്ക്ക് വേണ്ടി, അവന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവൻ നമുക്കൊരു വലിയ പ്രൊമോഷനും വലിയ ഓഫറുകളൊക്കെ തരും. അതൊക്കെ അന്നേരത്തെ ആ ഒരു വെപ്രാളത്തിന് ചെയ്യുന്നതാ. മനുഷ്യനെല്ലാവരും അങ്ങനെയാ. ഹല്ലേലൂയ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവന് ബോധ്യം വന്നത്, ഇപ്പൊ ഇസ്രായേൽ കന്യകമാരെല്ലാം അവന് വലിയ PJ പാടുക, എനിക്ക് കുറച്ച് ബഹുമാനം തരുന്നുള്ളൂ. ഈ ലോകത്തിലേക്ക് നോക്കിയാൽ എല്ലായിടത്തും സ്വയം ഹല്ലേലൂയ, ഞാൻ എന്നെ മാത്രമേ പ്രശംസിക്കാവൂ, എന്നെ മാത്രമേ പുകഴ്ത്താവൂ, എന്റെ പേര് മാത്രമേ പറയാവൂ, ഞാൻ മാത്രം നല്ലതാണെന്നേ പറയാവൂ. വേറൊരാൾ നല്ലതെന്ന് പറഞ്ഞാൽ പിന്നെ അവരാളെ തിരിഞ്ഞു. പിന്നെ അതുവരെ ചെയ്തതും പോയി, അതുവരെ വന്നതും പോയി, നിന്നതും പോയി, യുദ്ധം ചെയ്തതും പോയി, ഗോലിയാത്തിനെ കൊന്നതും പോയി, എല്ലാം പോയി. ഇനി ഇപ്പോൾ ബദ്ധ ശത്രുവായി. കാരണം എന്താ?
ഇസ്രായേൽ കന്യകമാർ ഈ പാവം അറിഞ്ഞതുപോലില്ല. ഇദ്ദേഹം കാശ് കൊടുത്തൊന്നും പറയിപ്പിച്ചതല്ല. ഇവിടുത്തെ പോലെ നമ്മുടെ ഇപ്പോഴത്തെ നാട്ടിലൊക്കെ നടക്കുന്നത് പോലെ കാശ് കൊടുത്ത് പറയിപ്പിച്ച കാര്യമൊന്നുമല്ല. ഇസ്രായേൽ കന്യകമാരെ അങ്ങ് പാടിയെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഈ പുകഴ്ത്തലൊക്കെ വരുമ്പോൾ നമ്മൾ പ്രത്യേകം സൂക്ഷിച്ചോണം. ശത്രു വാൾ ഉയർത്താൻ സാധ്യതയുണ്ട്. എവിടെന്നെങ്കിലുമൊക്കെ ചില പുകഴ്ചകളും ചില പ്രോത്സാഹനങ്ങളും ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ ശരിയാ, നമുക്ക് നല്ലതൊക്കെയാ, പക്ഷേ ചിന്തിച്ചു കൊള്ളണം, അടുത്ത വാള് ശത്രു കാരണം ദുഷ്ടൻ ഒരിക്കലും അത് അവന്റെ ഹൃദയത്തിന് അത് അനുവദിക്കത്തില്ല. അസൂയയുടെ ആത്മാവ് അവനെ സ്വന്തം സഹോദരനായ ഹാബേലിനെ കൊല്ലുവാൻ കാരണമാക്കിയത് കായീൻ എന്താണ്? അസൂയയായിരുന്നു കാരണം. ദൈവം തമ്പുരാൻ ഹാബേലിനെ കുറിച്ച് നല്ലത് പറഞ്ഞു, വേറൊന്നും ചെയ്തില്ല. ദൈവം തമ്പുരാൻ ഹാബേലിനെ കുറിച്ച് നല്ലത് പറഞ്ഞു. ഇന്ന് രാത്രികാലം വിശ്വസിക്കണം, നമ്മളെ കുറിച്ച് നല്ലത് പറയുന്നത് അല്ലെങ്കിൽ വേറെ കുറിച്ച് നല്ലത് പറയുന്നത് ആരും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളെ പുകഴ്ത്തുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം. ഹല്ലേലൂയ. കാരണം അടുത്ത വാൾ ഒരുങ്ങുന്നുണ്ട്. ഹല്ലേലൂയ. അന്നു മുതൽ ദാവീദിന് പ്രശ്നം തുടങ്ങി. ഓഫർ ചെയ്തുപോലെ മകളെയൊക്കെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തെങ്കിലും അവളെ കൊണ്ടുപോലും ദാവീദിനെ കൊല്ലാൻ സകല പരിശ്രമവും നടത്തി. അവളെ കൊണ്ടുപോലും ശൗൽ എത്രയോ തവണ ദാവീദിനെ കൊല്ലുവാനായിട്ട് അവൻ ആളിനെ അയച്ചു. ഹല്ലേലൂയ. ഞാൻ ആ വേഗത്തിന് വേണ്ടി സമയം തീരുന്നല്ലോ. ഹല്ലേലൂയ. ഓടി വരട്ടെ. അങ്ങനെ ദാവീദ് രാജാവിന്റെ മരുമകനായി. ഇനി അടുത്ത രാജാവാണ്. ഇതെല്ലാം ദാവീദിനെ അറിയാമെങ്കിലും ദാവീദ് ഇപ്പൊ ഓട്ടമാ. ഒരിടത്തുനിന്ന് അടുത്തടുത്തോട്ട്, അടുത്തടുത്തുനിന്ന്. പക്ഷെ ഒരു കാര്യം ഉറക്കണം, ഒരു കാര്യം അറിയണം, നീ എത്ര ഓടിയാലും നീ ഓടുന്നിടത്തെല്ലാം നിന്നെ കരുതുന്നൊരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ഞാൻ എവിടെ ഓടിയാലും, ഇനി ഏത് തോട്ടിൽ പോയാലും, ഏത് കാട്ടിൽ പോയാലും, ഏത് ഗുഹയിൽ പോയാലും, എവിടെ പോയാലും എന്റെ കൂടെ നിൽക്കുവാൻ സ്വർഗം ചിലരെ ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. പുരോഹിതനെ ഒരുക്കണമോ പുരോഹിതനെ ഒരുക്കും. അവൻ ആരെയൊക്കെ ദൈവം ഒരുക്കണമോ അവരെല്ലാം ദൈവം കൂടെ ഒരുക്കും. ഹല്ലേലൂയ. 1 ശമൂവേൽ 22-ാം അധ്യായത്തിൽ പറഞ്ഞത്, കടമുള്ളവര്, ഞെരുക്കമുള്ളവര്, സന്തുഷ്ടിയില്ലാത്തവര്, അങ്ങനെ കുറെ ഏകദേശം 400 പേരോളം ഇപ്പം ദാവീദിന്റെ കൂട്ടത്തിലുണ്ട്. ദാവീദ് രാജാവാണോ? രാജാവിന് കിരീടമുണ്ടോ? രാജാവിന് ചെങ്കോലുണ്ടോ? ഒന്നുമില്ലെങ്കിലും, ലോകപ്രകാരം നിനക്ക് പറയാൻ ഒന്നുമില്ലെങ്കിലും സ്വർഗം ചിലരെ നിന്നൊപ്പം കൂട്ടുമെന്നേ. ഹല്ലേലൂയ. കാരണം നീ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ, നീ ലോകപ്രകാരം വലിയ ടൈറ്റിലൊന്നും നിനക്കില്ലെങ്കിലും, ലോകപ്രകാരം വലിയ പേരും പ്രശസ്തിയൊന്നും ഇല്ലെങ്കിലും, നീ ദൈവത്തിന് വേണ്ടി അല്ല, ദൈവത്തിന് അഭിഷേകം നിന്റെ മേലുണ്ടെങ്കിൽ, അല്ല നാളെ നിന്നെ ആരാക്കി നിർത്തുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് വേണ്ടതായ തക്ക തുണയാളികളെ നിനക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു ദൈവമേന്റെ കർത്താവ്. ആമേൻ. ദാവീദ് ഓടുകയാണെങ്കിലും ഹല്ലേലൂയ, ദാവീദിന്റെ കൂട്ടിന് ദൈവം 400 പേരെ കൊടുത്തു. അല്ലെ, ആ ആൾക്കാരുടെ കാര്യമാണ് നമ്മൾ വായിക്കാൻ ഞാൻ വന്നത്. 12-ാം അധ്യായത്തിലേക്ക് ഓടി വരാം. 1 ദിനവൃത്താന്തം 12-ാം അധ്യായം. ഈ 11-ാം അധ്യായത്തിൽ ദാവീദ് രാജാവായതിനു ശേഷമുള്ള സൈന്യത്തെ കുറിച്ചാണ് പറയുന്നത്. എനിക്ക് അതിനെക്കാട്ടിലും ഇഷ്ടം ദാവീദ് രാജാവാകുന്നതിന് മുൻപ് നിന്റെ ഒന്നുമില്ലായ്മയിൽ നിന്നെ നടത്തുന്ന ഒരു കർത്താവ്, നിന്റെ ഒന്നുമില്ലായ്മ നിന്നെ കൂടെ നിർത്താൻ ദൈവം ഒരുക്കുന്ന ആൾക്കാര്, നിന്റെ ഒന്നുമില്ലായ്മയിലും നിന്നെ നടത്തുന്ന ഒരു കർത്താവ്. അന്നും നിന്നെ അഭിഷേകമുള്ളവനെ ഞാൻ വിശ്വസിക്കുന്നു. എന്റെ അനുഭവത്തിൽ നിന്നും വചനം പറയാം, ഒരു പരിധി വിട്ട് താഴെ പോകുവാൻ എന്റെ ദൈവം അനുവദിക്കില്ല. കാരണം നിന്റെ മേൽ പകർന്ന അഭിഷേകം അതൊരു രാജകീയ അഭിഷേകമാണ്. നിന്റെ മേൽ പകർന്ന അഭിഷേകം രാജകീയ അഭിഷേകമാണ്. ഓ ഹല്ലേലൂയ. നിങ്ങളെ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാണെങ്കിൽ, നാം റോയൽ പ്രീസ്റ്റ്ഹുഡ്, ഒരു രാജകീയ പുരോഹിത വർഗമെങ്കിൽ, ആ രാജാവിന്റെ പ്രൗഢിയോടെ, ആ പുരോഹിതന്റെ അധികാരത്തോടെ നിന്നെ കാട്ടിലാണ് നിർത്തുവാൻ, നിന്നെ ഗുഹയ്ക്കകത്താണ് നിർത്തുവാൻ, നിന്നെ പാറപ്പുറത്താണ് നിർത്തുവാൻ, നിന്റെ യുദ്ധങ്ങളെ നടത്തി തരുവാൻ, നിന്നെ സഹായിക്കേണ്ടതിന്, നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കരുതേണ്ടതിന്, നിന്നെ കൂടെ പ്രാർത്ഥിക്കേണ്ടതിന്, നിന്റെ ഭൗതിക ആവശ്യങ്ങൾക്ക്, നിന്റെ ആത്മീക ആവശ്യങ്ങൾക്ക്, നിന്റെ എല്ലാ ആഹാരത്തിന്റെ ആവശ്യങ്ങൾക്ക് ഒരുക്കി തരുവാൻ ഒരു കൂട്ടത്തെ സ്വർഗം നിനക്ക് വേണ്ടി കരുതും. കൂടെയുള്ളവർ ആഹാരത്തിന് വേണ്ടി അമ്മ പുരോഹിതനെ ദൈവം ഒരുക്കി. അമ്മ നാബാലിന്റെ ഭാര്യയായ അബീഗയിലിനെ ദൈവം ഒരുക്കി. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി, നിന്റെ ആഹാരത്തിന് വേണ്ടിയത്, നിന്റെ വസ്ത്രത്തിന് വേണ്ടിയത്, നിന്റെ തലമുറകൾക്ക് വേണ്ടിയത്, അവരുടെ വീട്ടിന് വേണ്ടിയത്, അവരുടെ ഭാവിക്ക് വേണ്ടിയത്. പ്രിയമുള്ളവരെ, അനുഭവത്തോടെ പറയുന്നത് എന്റെ ദൈവം കരുതുവാൻ വിശ്വസ്തനാണ്. എന്റെ ദൈവം കരുതുവാൻ വിശ്വസ്തനാണ്. ലോകപ്രകാരം വലിയ ടൈറ്റിലൊന്നും നിന്റെ മുൻപിൽ എനിക്ക് കാണിക്കാൻ കാണത്തില്ല. പക്ഷെ
പക്ഷേ നിന്റെ ആവശ്യത്തെ നിറവേറ്റി തരുന്നത് എത്ര നിന്റെ ആവശ്യം എത്ര വലുതോ എത്ര ചെറുതോ ദൈവത്തിന് വിഷയമല്ല. എന്റെ കുഞ്ഞുങ്ങളെ, ദൈവത്തോട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ആവശ്യത്തെ എത്ര വലുതായിക്കോട്ടെ എത്ര ചെറുതായിക്കോട്ടെ ദൈവത്തിന് വിഷയമല്ല. ദൈവത്തോട് നിലവിളിച്ചാൽ നീ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന പൈതലാണെങ്കിൽ, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന കുഞ്ഞുങ്ങളെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. ഭക്തന് ദൃഢധൈര്യമുണ്ട്, അവന്റെ മക്കൾക്ക് ശരണമുണ്ടാകും. ബാലസിംഹങ്ങൾ ഇങ്ങനെ കിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്ക് നിങ്ങൾ മുടക്കം വരുത്തുന്ന ദൈവമല്ല. ഹല്ലേലൂയ. അങ്ങനെ ദാവീദിന്റെ കൂട്ടത്തിൽ വന്ന ഒന്നുമില്ലാതിരുന്നപ്പോൾ വന്നവരുടെ കാര്യമാണ് പറയുന്നത്. 12ന്റെ 2-ാം വാക്യം. അമ്മ അവർ വില്ലാളികൾ ഉണ്ടായിരുന്നു. അവരെങ്ങനെ എങ്ങനെയുള്ളവരാണ് പ്രത്യേക ഓടിച്ചെന്നങ്ങ് പറഞ്ഞു നിർത്താം. ഇടം കൈ കൊണ്ടും വലം കൈ കൊണ്ടും കല്ലെറിയുവാൻ പ്രാപ്തർ. അവരുടെ കയ്യിൽ AK-47 മിസൈലോ ഒന്നുമില്ല. ഇപ്പൊ ആ കാട്ടിലൊപ്പം കല്ലേ ഉള്ളു. പക്ഷേ ആ ഉള്ള കിട്ടിയ കല്ലിനെ ഇടം കൈ കൊണ്ടും വലം കൈ കൊണ്ടും എറിവാൻ പ്രാപ്തിയുള്ളവർ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നാം ഏത് സാഹചര്യത്തിലായിരുന്നാലും ആ ഉള്ള സാഹചര്യം കൊണ്ട് അതിനെ നന്നായി ഉപയോഗിപ്പാൻ, നിനക്കറിയാവുന്ന പ്രാർത്ഥന അത് നന്നായി എന്ന് പ്രാർത്ഥിക്കുവാൻ, നിനക്കറിയാവുന്ന വചനം അത് നന്നായി എന്ന് പറയുവാൻ, നിനക്ക് കിട്ടിയ അഭിഷേകം അത് നന്നായി എന്ന് പറയുവാൻ സാഹചര്യം നോക്കിയല്ല, എല്ലാം നേരെ വരുമ്പോൾ മാത്രം ഞാൻ ചെയ്യാവുന്നതല്ല. ഇടം കൈ കൊണ്ടും വലം കൈ കൊണ്ടും കല്ലെറിയുവാൻ പ്രാപ്തിയുള്ളവർ. അടുത്തത് ഹല്ലേലൂയ. അടുത്ത എന്താണ്? വലം കൈ കൊണ്ട് ഇടം വില്ലുകൊണ്ടും അമ്പ് എയ്യുവാൻ. അടുത്തത് അമ്പ് കിട്ടിയാൽ അതുകൊണ്ടും അവർക്കറിയാം. അമ്മ കല്ലേ ഉള്ളൂ. ആ കല്ലവർക്ക് നമുക്കറിയാം. ഗോലിയാത്തിനെ വീഴ്ചത് കല്ലുകൊണ്ടാ. ഹല്ലേലൂയ. അന്നേരം ദാവീദിനെ അമ്പും വില്ലുമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവനെ കല്ല് കൊണ്ട് വീഴ്ത്തേണ്ടതിന് സ്വർഗം ആ കല്ലിന്മേൽ ഒരു ചെറിയ കല്ല് മതി. അതിനകത്ത് ദൈവ അഭിഷേകം ചെന്നാൽ വലിയ മല്ലന്മാർ നിന്റെ കാഴ്ചവട്ടിൽ കവിഴ്ത്തി വീഴ്ത്തുവാൻ ആ കല്ലിന് മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന് കഴിയും. ഹല്ലേലൂയ. വലിയ ശക്തിയൊന്നും വേണ്ട, ഒത്തിരി കാര്യങ്ങളൊന്നും അറിയണം. പക്ഷെ നീ അറിയുന്നത് കൊണ്ട്, നീ അറിഞ്ഞത് കൊണ്ട് ഉപയോഗിക്കണം. അതൊന്ന് നന്നായിട്ട് ഉപയോഗിക്കണം. ഹല്ലേലൂയ. അടുത്തത് അമ്പെയ്യുവാൻ സമർത്ഥന്മാരാ. വാക്കുകളൊക്കെ അണ്ടർലൈൻ, സമർത്ഥന്മാരായിരുന്നു. അടുത്തതിന്റെ 8-ാമത്തെ വാക്യം. ആമേൻ. പരിചയം കുന്തുമെടുപ്പാൻ പ്രാപ്തിയുള്ള വീരന്മാരും യുദ്ധാഭ്യാസികളും ഗാദിരെ പിരിഞ്ഞു വന്ന് മരുഭൂമി ദുർഗത്തിൽ ദാവീദ് ചേർന്നു. ദാവീദ് ആരുമല്ല. പക്ഷെ നീ ആരും അല്ലെങ്കിലും നിന്റെ മേലൊരു അഭിഷേകം ഉണ്ടെന്ന് അവർക്കൊക്കെ അറിയാം. നിന്റെ മേലൊരു അഭിഷേകം ഉണ്ടെങ്കിൽ ഗാദിലൂടെ പോയവരാണെങ്കിലും അവര് വന്ന് നിന്റെ കൂടെ ചേരും. ഹല്ലേലൂയ. ആത്മാരാത്രി പറയട്ടെ, ഈ മീറ്റിങ്ങിനോട് അനേകം കൂട്ടിച്ചേർക്കട്ടെ. ഹല്ലേലൂയ. അർദ്ധരാത്രിയിലെ പ്രാർത്ഥനയാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും ഞാൻ ആത്മാവിൽ പറയുന്നു, അടുത്ത മീറ്റിംഗ് നടക്കുമ്പോൾ ഇതിന് ഇരട്ടി ജനത്തെ ഈ കൂട്ടായ്മയോട് ദൈവം കൂട്ടിച്ചേർക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ചുടമനഗടഗസിയ. ഹല്ലേലൂയ. അടുത്തത് ഹല്ലേലൂയ. 8-ന്റെ അവസാനത്തെ വാക്യം. അവർ സിംഹമുഖന്മാരും മലകളിലെ മാൻപേടകളെ പോലെ വേഗതയുള്ളവരായിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി ഞാൻ കർത്താവിനെ സേവിക്കണം. അതുകൊണ്ടാണ് 18-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പാടിയത്, അവനെന്റെ കാലുകളെ മാൻപേട കാലുകൾക്ക് തുല്യമാക്കി എന്നെ എന്റെ ഗിരികളിൽ നിൽക്കുമാറാക്കി. കർത്താവിന് വേണ്ടി ഓടുവാൻ നിനക്കൊരു വേഗതയുണ്ടെങ്കിൽ, കർത്താവിന് വേണ്ടി അധ്വാനിക്കാൻ നിനക്കൊരു വേഗതയുണ്ടെങ്കിൽ, കർത്താവിനോട് ചെയ്യുവാൻ നിനക്കൊരു വേഗതയുണ്ടെങ്കിൽ, പ്രാർത്ഥനയ്ക്ക് ഒരു തീക്ഷണയുണ്ടെങ്കിൽ, ആത്മാവിനൊരു എരിവുണ്ടെങ്കിൽ, നീ പറഞ്ഞ ഒരു സ്തോത്രം ആ സ്തോത്രത്തിന് ശക്തി ഉണ്ടെങ്കിൽ, ആ സ്തോത്രത്തിന് ബലമുണ്ടെങ്കിൽ, നീ ഒന്ന് കൈയടിക്കുന്നുണ്ടെങ്കിൽ, ആ കൈയടിക്കകത്ത് ഒരു അഭിഷേകം വ്യാപരിക്കുന്നുണ്ടെങ്കിൽ, 1000 പേരൊന്നും വേണ്ട, 2 പേര് മതി. കാരണം 2 അപ്പോസ്തലന്മാര്, വെറും 2 അപ്പോസ്തലന്മാർ, പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. അവരുടെ കയ്യിലൊന്നും ഹല്ലേലൂയ കൈ കൊണ്ട് കൈയടിക്കാൻ പറ്റത്തില്ല, കാലുകൊണ്ട് അനങ്ങാൻ പറ്റത്തില്ല, ശരീരം മുഴുവനും വലിച്ചെഴിച്ച് മുഴുവനും കോലുകൊണ്ട് അടിച്ച് ആസകലം വേദനയാ. പക്ഷേ അതിന്റെ നടുവിൽ അവർ അകത്തെ പരിശുദ്ധാത്മാവിനെ കെട്ടുപോകാൻ അവർക്ക് ആർക്കും കഴിയാഞ്ഞത് കൊണ്ട് ആ കാരാഗ്രഹത്തിനകത്ത് കിടന്ന് അവർ പതിയെ പ്രാർത്ഥിച്ചു തുടങ്ങി. ആ പ്രാർത്ഥന പരാതിക പ്രാർത്ഥനയായിരുന്നില്ല, ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന പ്രാർത്ഥനയായിരുന്നു, ദൈവത്തിന് സ്തുതി കൊടുക്കുന്ന പ്രാർത്ഥനയായിരുന്നു. ആ പ്രാർത്ഥന ആരാധനയായി മാറി. ആരാധന ആരാധിച്ചപ്പോൾ ബാക്കി ബന്ധനസ്ഥർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു.
ശ്രദ്ധിച്ചുകൊണ്ടിരുന്നവർക്ക് മനസ്സിലായി ഇവിടെ എന്തോ ദൈവപ്രവൃത്തി നടക്കുന്നു എന്ന്. അവരെ സാക്ഷി നിർത്തിക്കൊണ്ട് ഒരു വലിയ മഹാത്ഭുതം അവിടെ സംഭവിച്ചതുപോലെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ രണ്ടുപേരെ ഉണ്ടെങ്കിലും ആത്മാവിന്റെ ഐക്യതയോടെ ഒരേ മനസ്സോടെ ദൈവം എന്റെ മേലെ അഭിഷേകം തന്നിട്ടുണ്ട്. കാരണം ദൈവം ഒരു സ്വർഗീയ ദർശനം, ഒരു മക്കതോന്യ വിളി പൗലോസിന് കൊടുത്തിട്ടാണ് പൗലോസ് ശീലാസോടെ പോയതെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. ഈ മീറ്റിംഗ് തുടങ്ങിയത് ഒരു ദൈവിക വെളിപ്പാടിലാണെന്നുള്ളത്, ഇതൊരു ദൈവിക നിയോഗത്തിലാണെന്ന് ഒരു പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ പ്രതികൂലം എത്ര വന്നാലും അതിനെ അവഗണിച്ചുകൊണ്ട് ആത്മാവിൽ നിന്ന് പോരാടാൻ കഴിയുമെങ്കിൽ ചില കെട്ടുകളെ അഴിയുന്ന, ചില ചങ്ങലകൾ തുറക്കുന്ന, ചില കാലങ്ങളുടെ വാതിൽ തുറന്ന് യജമാനന്മാരെ രക്ഷപ്രാപിപ്പാൻ എന്ത് ചിലർ ചോദിച്ചുകൊണ്ട് നിന്റെ ചുറ്റുപാടുകളിൽ നിന്ന്, നിങ്ങളുടെ ചുറ്റുമുള്ള അതേ സൊസൈറ്റികളിൽ നിന്ന് അനേകം കൂട്ടിച്ചേർക്കുവാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതുകൊണ്ട് ഹല്ലേലൂയ, ആമേൻ, പൗലോസിനെ പോലെ അറിയാതെ അടിയോ വടിയോ പിടിച്ചുരത്തിലോ ഒന്നുമല്ല വിഷയം. ഞാനൊരു സ്വപ്നം കണ്ടു, ഞാനൊരു ദർശനം കണ്ടു, ഒരു മക്കതോന്യക്കാർ എന്നെ വന്ന് വിളിക്കുന്നു എന്ന്. ലൂദിയ മാനസാന്തരപ്പെട്ടത് കൊണ്ടോ ലക്ഷ്യം പറഞ്ഞ സ്ത്രീ മാനസാന്തരപ്പെട്ട മതിയായില്ല. കാരണം താൻ കണ്ട ദർശനം ഒരു പുരുഷനെയാ. ഓ ഹല്ലേലൂയ, ആ ദർശനം പൂർണ്ണമായിട്ടില്ല. അന്ന് രാത്രി അത് ആരായിരുന്നു എന്ന് സ്വർഗം വെളിപ്പെടുത്തി. ആ കാരാഗ്രഹ പ്രമാണി കുടുംബവും ആ രാത്രി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തോട് ചേർന്നു എങ്കിൽ ഈ മീറ്റിംഗ് മുഖേന അനേകം ദൈവത്തോട് ചേരുവാൻ, സഭയോട് ചേരുവാൻ ദൈവ മുഖാന്തരം ഒരുക്കട്ടെ. ഹല്ലേലൂയ, ആത്മാവിനെ പ്രവചിക്കുന്നു. ഹല്ലേലൂയ. അടുത്തത് അതിന്റെ 14-ാമത്തെ വാക്യം. അവരിൽ ചെറിയവൻ 100 പേർക്കും വലിയവൻ 1000 പേർക്കും മതിയായവൻ. അപ്പൊ ഒരുവൻ 1:100, ഒരു ചെറിയവൻ, ഒരു വലിയവൻ 1000. അപ്പൊ നമ്മളിപ്പോ എത്ര പേരുണ്ട്? നമ്മളത് ചിന്തിച്ചേ. ഹല്ലേലൂയ. 14,000 പേരുടെ ഉണ്ട്. ഹല്ലേലൂയ. ഇതായിരുന്നു ആത്മാവിന്റെ തീഷ്ണത എന്ന് പറയുന്നത്. ഇതായിരുന്നു ആത്മാവിന്റെ തീഷ്ണത. ഒരാളെന്ന് പറഞ്ഞാൽ 1000 പേർക്ക് തുല്യമാണ്. ഒരു ചെറിയവൻ 100 പേർക്ക് തുല്യമാണ്. ഒരു വലിയവൻ 1000 പേർക്ക് തുല്യവനാ. അതുപോലെ നിൽക്കുന്ന ഒറ്റയ്ക്കേ ഉള്ളല്ലോ, തന്നെ ഉള്ളല്ലോ, ആരും ഇല്ലല്ലോ. ചിലരൊക്കെ അങ്ങനെ മീറ്റിംഗ് വരുമ്പോ അയ്യോ ആരും ഇല്ലയോ, നീ വന്നില്ലയോ, പിതാപുത്ര പരിശുദ്ധാത്മാവ് അവിടെ ഇല്ലേ, നിന്റെ അകത്തൊരു ആത്മാവിനെ ദൈവം തന്നിട്ടില്ലേ, നീ അങ്ങ് ആരാധിക്കേ. നീ ഒന്ന് ആരാധിച്ചു തുടങ്ങുമ്പോഴേ ബാക്കിയുള്ളവർ വരുമോ വരത്തിലും തീരുമാനിക്കുന്നത്. ഒരുവൻ ചെറിയവൻ 100 പേർക്കും വലിയവൻ 1000 പേർക്ക് തുല്യമെങ്കിൽ 2 പേര് മതി. ഹല്ലേലൂയ. ഒരു കാലാഗ്രത ഇളക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ അബ്രഹാം പ്രാർത്ഥിച്ച കർത്താവേ, ഒരുവനുണ്ടെങ്കിൽ ഈ പട്ടണം നശിപ്പിക്കത്തില്ലല്ലോ. ഒരുവന് വേണ്ടിയാ പ്രാർത്ഥിച്ചത്. ഒരുവനുണ്ടെങ്കിൽ നമുക്ക് ആ ഒരുവനെ നിൽപ്പാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. ഹല്ലേലൂയ. അടുത്തത് അതിന്റെ 15-ാമത്തെ വാക്യം. അവർ 1-ാം മാസത്തിൽ യോർദാൻ കവിഞ്ഞൊഴുകുമ്പോൾ അതിനെ കടന്ന് താഴ്വര നിവാസികളൊക്കെ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഓടിച്ചു. യോർദാന്റെ അർത്ഥം എന്താണ്? മരണം. യോർദാന്റെ സ്വഭാവം എന്താണ്? കൊയ്ത്തുകാലമാകുമ്പോൾ കവിയും. നിനക്കൊരു നന്മ പ്രാപിക്കാൻ സമയമാകുമ്പോൾ, നീ ഒരു വിടുതൽ പ്രാപിക്കാൻ സമയമാകുമ്പോൾ, നിന്റെ കുഞ്ഞിന് നല്ല റിസൾട്ട് പ്രാപിക്കാൻ സമയമാകുമ്പോൾ, അത് 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതാൻ സമയമാകുമ്പോൾ, അത് 12th എക്സാം എഴുതാൻ സമയമാകുമ്പോൾ, അത് ഡിഗ്രിക്ക് കയറാൻ സമയമാകുമ്പോൾ, അതിന് ജോലി കിട്ടാൻ സമയമാകുമ്പോൾ, അത് രക്ഷിക്കപ്പെടേണ്ട സമയമാകുമ്പോൾ, അത് സ്നാനപ്പെടേണ്ട സമയമാകുമ്പോൾ, അതിന് വിവാഹം നടക്കേണ്ട സമയമാകുമ്പോൾ, വിവാഹത്തിന് കുഞ്ഞു ജനിക്കേണ്ട സമയമാകുമ്പോൾ യോർദാൻ കവിയും. അതിന്റെ സ്വഭാവം അതാ. നീ നന്മ പ്രാപിക്കണം, അതിനെ ഒഴുക്കിക്കൊണ്ട് പോകുന്ന യോർദാൻ സ്വഭാവം. അതിനെ നിനക്ക് മാറ്റമില്ല. പക്ഷേ നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയും. കവിയുന്ന യോർദാനെ മറികടക്കാൻ അഭിഷേകത്തോടെ നിനക്ക് ചാടാൻ കഴിയുമെങ്കിൽ ഒരു യോർദാന് നിന്നെ തടയുകയില്ല. അതുകൊണ്ടല്ലേ 114 സംഖ്യത്തിന് പറയുന്നത്, യോർദാനെ നീ പിൻവാങ്ങുന്നത് എന്ത്, സമുദ്രമേലെ നീ ഓടുന്നത് എന്ത്, കുന്നുകളെ കുഞ്ഞാടുകളെ പോലെ പർവ്വതങ്ങളെ മുട്ടകളെ പോലെ തുള്ളുന്നത് എന്ത്. കരകവിഞ്ഞൊഴുകുന്ന തീരം കവിഞ്ഞൊഴുകുന്ന അവൻ കൊയ്ത്തുകാലിൽ തീരം കവിയുന്ന യോർദാനെ കണ്ട് ഭയപ്പെടുന്നവരായിരുന്നില്ല സൈന്യത്തിലുണ്ടായിരുന്നത്. അവരതിനെ വകവയ്ക്കാതെ എടുത്തു ചാടി കിഴക്കോടും പടിഞ്ഞാറോടും വകതിരിച്ച് മുൻപോട്ട് ഓടുന്നവരായിരുന്നു. ഹല്ലേലൂയ. ഇവിടൊക്കെ നിന്ന് പറയേണ്ടതാണ്. സമയം കൊണ്ട് വേഗത്തിൽ ഓടിപ്പോകുന്നു. അടുത്തത് ഹല്ലേലൂയ 16-ാം വാക്യത്തിൽ പറഞ്ഞു ബെന്യാമീന്. നമുക്ക് ഞാൻ പറയാം, ഇപ്പൊ ദാവീദ് രാജാവായിട്ടില്ല, ശൗലാണ് രാജാവ്. ശൗലിന്റെ കുടുംബമായി ബെന്യാമീൻ എന്ന് പറയുന്നത്. ശൗലാണ് ദാവീദ് ഏറ്റവും വലിയ ശത്രു ഇപ്പോൾ. ഹല്ലേലൂയ. ആ ശത്രു കൂട്ടത്തിലുള്ള ബെന്യാമീൻ ചിലർ ദാവീദിന്റെ കൂടെ വന്നു.
സദൃശ്യവാക്യം 16:7 ഇങ്ങനെ പറയുന്നു, ഒരുത്തന്റെ വഴികൾ ദൈവത്തിന് ഇഷ്ടമായിരിക്കുമ്പോൾ അവനവന്റെ ശത്രുക്കളെ അവനോട് ഇണക്കും. ശത്രു രണ്ടു തരം, ഒന്ന് അകത്തുനിന്നും ഉണ്ട്, പുറത്തുനിന്നും ഉണ്ട്. രണ്ട് ടൈപ്പാ. അകത്തുനിന്ന് ശത്രു ഉണ്ട്, പുറത്തുനിന്നും ഉണ്ട്. സഭയ്ക്ക് അകത്തുനിന്നും ഉണ്ട്, സഭയ്ക്ക് പുറത്തുനിന്നും ഉണ്ട്. ഭവനത്തിന് അകത്തുനിന്നും ഉണ്ട്, പുറത്തുനിന്നും ഉണ്ട്. ജോലിക്ക് അകത്തുനിന്നും ഉണ്ട്, സ്നേഹിതരന് അകത്തുനിന്നും ഉണ്ട്, പുറത്തുനിന്നും ഉണ്ട്. അത് എപ്പോഴാണ് ചിന്തിച്ചോളണം. രണ്ടിടത്തുനിന്ന് ശത്രു ഉണ്ട്. അവൻ ഏത് ശത്രുവാണെങ്കിലും അവനോട് ഇടപെടുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഇത് അകത്തെ ശത്രുവാ. കാരണം ഇവരെല്ലാം സഹോദരനാണല്ലോ. ദാവീദ് യഹൂദ വംശജനാണ്, യഹൂദ ഗോത്രക്കാരനാണ്. ശൗല് ബെന്യാമിൻ ഗോത്രക്കാരനാണ്. ഒരപ്പന്റെ മക്കളാ, ഒരേ ആൾക്കാരാ. രണ്ട് ഇസ്രായേലര് തന്നെ. അങ്ങനെ എല്ലാവരും ആരും പിരിഞ്ഞിട്ടില്ല, എല്ലാവരും ഒന്നിച്ചു നിൽക്കുക. അപ്പൊ അകത്തെ ശത്രുവാണ് ഈ ബെന്യാമീൻ. പക്ഷെ സ്വർഗത്തിലെ ദൈവം ദാവീദിന്റെ കൂടെ നിന്നതുകൊണ്ട് ശത്രുവിന് മനസ്സിലായി ദൈവമാ നിന്റെ യുദ്ധം ചെയ്തത്. അതുകൊണ്ട് ദൈവം ശൗലിന്റെ കൂട്ടരെ അനുകൂലമാക്കി. അടുത്തത് താഴ്ത്തു വരുമ്പോൾ 19-ാം വാക്യത്തിൽ ദാവീദ് ശൗലിനെ പേടിച്ച് ഇനി ജീവിക്കാൻ പറ്റുന്ന ശത്രു രാജ്യമായ ഫെലിസ്തിലേക്ക് ഓടിപ്പോയി. ആഖീഷിലേക്ക് പോയി, ഗത്തിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഫെലിസ്ത്യ പ്രമുഖന്മാർക്ക് മനസ്സിലായി ഇതിന്റെ അകത്ത് അഭിഷേകം എന്തുവാണെന്ന്. ഇവന്റെ അകത്ത് അഭിഷേകം എന്തുവാണെന്ന്. കാരണം അവർക്കറിയാം, പണ്ട് ഞങ്ങളുടെ മല്ലനായ വലിയ ഗോലിയത്തച്ചായനെ ഇവൻ ഒറ്റ കല്ലുകൊണ്ട് അടിച്ചു നിലത്തിട്ടത്. അതുകൊണ്ട് ഇവനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇവൻ നാളെ തിരിഞ്ഞ് നമുക്കെതിരെ തിരിഞ്ഞിട്ട് നമ്മുടെ തലയും കൊയ്തുകൊണ്ട് അവന്റെ രാജാവായ ശൗലിന്റെ അടുക്കൽ നമുക്കറിയില്ലെന്ന് പറഞ്ഞു ദാവീദ് അവിടുന്ന്. അതുകൊണ്ടാണ് ഞാൻ പറയട്ടെ, ശത്രു പുറത്താണെങ്കിലും അകത്താണെങ്കിലും അതിനെ കൈകാര്യം ചെയ്യേണ്ടവൻ കൈകാര്യം ചെയ്തതാണ് നിന്റെ ദൈവം. അതിനാണ് ദൈവത്തിന് അഭിഷേകം. അടുത്തത് ഹല്ലേലൂയ. സിക്ലാഗ് നമുക്കറിയാം. 30 വായിച്ചാൽ മതി. ഹല്ലേലൂയ. സിക്ലാഗിൽ വെച്ച് തന്റെ ഭാര്യമായ കുഞ്ഞുങ്ങളെല്ലാം കൊന്നുകളഞ്ഞു. കൊന്നില്ല, പിടിച്ചുകൊണ്ടുപോയി. സിക്ലാഗ് തീ വെച്ച് ചുട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. 30 വായിച്ചാൽ മതി. പിന്നീട് ഹല്ലേലൂയ. ബലമില്ലാതെ ആവുകോളം കരഞ്ഞു. അമ്മ എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുമ്പോൾ അവിടെ കാണിക്കുന്നു, ഇവിടെ വചനം പറയുന്നു. 20-ാം വാക്യം വേഗത്തിൽ നിർത്താം. അങ്ങനെ അവൻ സിക്ലാഗിൽ ചെന്നപ്പോൾ മനശ്ശയിൽ നിന്ന് അദ്നാഖരെ, യോസബാദ്, ഇദിയേൽ, മീഖായേൽ, യോസബദ്, എരുഹു, തിലഖായി എന്ന മനശ്ശെ സഹസ്രാധിപന്മാർ. എത്ര പേരാ? സഹസ്രം എന്ന് വെച്ചാൽ 1000 പേർക്ക് അധിപനല്ലേ സഹസ്രാധിപൻ. ഇത്രയും ആരുടെ കൂടെ? ഒന്നുമില്ലാതെ ഭാര്യമാരെയും പിടിച്ചോണ്ട് പോയി, വീടും ചുട്ടു കളഞ്ഞു, മക്കളെയും കൊണ്ടുപോയി, സകലം നഷ്ടപ്പെട്ടതിനോട് വന്നിക്ക സഹസ്രാധിപൻ. നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം നഷ്ടപ്പെട്ടാലും നിന്റെ അകത്തൊരു അഭിഷേകം നഷ്ടപ്പെടാത്തതുണ്ടെങ്കിൽ, ദൈവകൃപ നഷ്ടപ്പെടാത്തതുണ്ടെങ്കിൽ, കണ്ണുനീര് നഷ്ടപ്പെടാത്തതുണ്ടെങ്കിൽ, പ്രാർത്ഥന നഷ്ടപ്പെടാത്തതുണ്ടെങ്കിൽ, ആരാധന നഷ്ടപ്പെടാത്തതുണ്ടെങ്കിൽ, നിന്റെ കൂടെ ചേർത്ത് നിർത്തേണ്ട സഹസ്രാധിപന്മാരെ നിന്റെ കൂടെ ചേർത്ത് നിർത്തുവാൻ എന്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. അടുത്തത് 21-ാം വാക്യം. അവരൊക്കെയും വീരന്മാർ, പടനായകന്മാരായിരുന്നതുകൊണ്ട് കവർച്ച നേരെ ദാവീദിനെ സഹായിച്ചു. ദാവീദിനെ നഷ്ടപ്പെട്ടു പോയതിനെ മുഴുവനും തിരികെ എടുക്കുവാൻ, നഷ്ടപ്പെട്ടു പോയതിനെ മുഴുവനും തിരികെ കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ ദൈവം ഈ പ്രിയപ്പെട്ടവരെ കൊണ്ട് സഹായിച്ചെങ്കിൽ ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ നഷ്ടങ്ങളെ തിരികെ തരുവാൻ കഴിയുന്ന ഒരു കർത്താവ്. നിങ്ങളുടെ നഷ്ടങ്ങളെ തിരികെ തരുവാൻ എങ്ങനെ തിരികെ തരി പ്രാപിക്കണമെന്ന് നീ അറിയാൻ നിൽക്കുമ്പോൾ വഴി പറഞ്ഞതെന്ന് സഹായിക്കേണ്ടവരെ സഹായിച്ച് കൊണ്ടുപോയതിനെ കൊണ്ടുപോയി നിനക്കുള്ളിനെ മുഴുവനും മടക്കി പ്രാപിപ്പാൻ, മടക്കി തരുവാൻ ശക്തനായ ഒരു കർത്താവ്. ആ സൈന്യാധിപന്മാരുടെ ദൈവത്വഹന ദാവീദിന്റെ കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ കുറിവാക്യം, ദാവീദിനെ സഹായിക്കേണ്ടതിന് ദിവസം പ്രതി ആളുകൾ വന്നുകൂടി അവന്റെ അടുക്കൽ വന്നു. ഒടുവിൽ ദൈവത്തിന്റെ സൈന്യം പോലെ വലിയൊരു സൈന്യമായി. ഇപ്പോൾ ദാവീദിന്റെ സൈന്യത്തിൽ ദൈവത്തിന് പറയാനുള്ള സാക്ഷി ഞാൻ പറഞ്ഞ സാക്ഷ്യമല്ല, നമ്മൾ ആരും എഴുതി കൊടുത്ത് പറയിപ്പിച്ച സാക്ഷ്യമല്ല. സ്വർഗത്തിലെ ദൈവം പരിശുദ്ധാത്മാവ് സാക്ഷ്യം പറയുന്നു. ഒടുവിൽ ഈ ദാവീദിന്റെ സൈന്യം ദൈവത്തിന്റെ സൈന്യം പോലെ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എന്റെ കർത്താവ് എന്നെ നോക്കി എന്ന് പറയണം. എന്നെ നോക്കിയാൽ എന്റെ ദൈവത്തിന്റെ സൈന്യം പോലെയാണ്. എന്റെ കുടുംബത്തെ നോക്കിയാൽ എന്റെ ദൈവത്തിന്റെ കുടുംബം പോലെയാണ്. എന്റെ ജീവിതത്തെ നോക്കിയാൽ എന്റെ ദൈവത്തിന്റെ, എന്റെ മിനിസ്ട്രിയെ നോക്കിയാൽ, എന്റെ പ്രയർ ലൈനെ നോക്കിയാൽ ഇതൊരു ദൈവത്തിന്റെ സൈന്യം. ഈ പ്രയർ ലൈനെ നോക്കി പരിശുദ്ധ പറയുവാൻ ആഗ്രഹിക്കുന്നു. ആഗ്രഹം അതുകൊണ്ട് ഒരു ദൈവത്തിന്റെ സൈന്യം പോലെ നിൽക്കുന്ന സൈന്യമായി നിന്നുകൊണ്ട് യുദ്ധങ്ങളെ ചെയ്തുകൊണ്ട്, നമ്മളെ യുദ്ധത്തിന് വേണ്ടിയാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. നമ്മളെ ആരെയും കളിക്കളത്തിൽ നിൽക്കുവാൻ ദൈവം നമ്മളെ വിളിച്ചിട്ടില്ല. ചില യുദ്ധങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. നമ്മുടെ ദൈവം യുദ്ധത്തിലെ വെൺമഴുവായി, യുദ്ധത്തിലെ ആയുധമായി ദൈവം നമ്മെ കണ്ടിരിക്കുക. യുദ്ധത്തിൽ ദൈവം നമ്മളെ കണ്ടിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി കാലം ഒടുവിൽ കർത്താവിലും അവന്റെ ശക്തിപ്പെടുന്ന 10 മുതൽ 18 വരെയുള്ള വാക്യം. അവൻ 2 കൊരിന്ത്യർ 10:4 വാക്യം. ഞങ്ങളുടെ പോരിന്റെ ആവശ്യം ജഡികങ്ങളല്ല, അത് കോട്ടകളെ ഇടിപ്പാൻ ദൈവത്തിന് ശക്തിയുള്ളവയാണ്. 37 പറയുമ്പോൾ ആ സൈന്യം അസ്ഥി സൈന്യമാണ്, അസ്ഥി താഴ്വരയാണെങ്കിലും സ്വർഗ്ഗത്തിനെ കണ്ടത് സൈന്യമായിട്ട് ഒരു സൈന്യമാണ് എഴുന്നേൽപ്പിച്ച് നിർത്തി. അത് ദൈവത്തിന്റെ സൈന്യം പോലെ
ഏത് സാഹചര്യങ്ങളിലും ദൈവത്തിനോട് നിൽക്കുന്ന ഏത് അനുകൂല പ്രതികൂല സാഹചര്യങ്ങളല്ല, എന്റെ ദൈവം തരുന്ന ഏത് സാഹചര്യവും ഞാൻ കർത്താവിന് വേണ്ടി, കർത്താവിന്റെ സൈന്യമായി, കല്ലെങ്കിൽ കല്ല്, അമ്പെങ്കിൽ അമ്പ്, വേഗതയോടെ, ദൈവത്തിന്റെ കൃപയോടെ, അഭിഷേകത്തോടെ, ശക്തിയോടെ നിൽക്കുന്ന തീരുമാനത്തോടെ മുൻപോട്ട് കൊണ്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇത്രത്തോളം സമയം അനുവദിച്ചെന്ന് ആ കൃത്യദാസൻ നന്ദിയും സ്നേഹത്തെ അറിയിക്കുന്നു. ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. അമേൻ. ഹല്ലേലൂയ. അമേൻ. കർത്താവ് നമ്മളെ കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം, സ്തുതിക്കാം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പ്രത്യേക ജോളി ആന്റി ഹല്ലേലൂയ നമ്മുടെ മധ്യത്തിൽ കടന്നു വന്ന് ആമേൻ സ്തോത്രം ഹല്ലേലൂയ വിലപ്പെട്ട ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ ദൈവത്തിന്റെ വചനങ്ങൾ ആമേൻ സ്തോത്രം നമ്മളോട് ഷെയർ ചെയ്യുവാൻ സഹായിച്ചുവല്ലോ. ഹല്ലേലൂയ. ഇത്രത്തോളം ആമേൻ കർത്താവ് നമ്മളെ സഹായിച്ചു കേട്ട വചനങ്ങളെയൊക്കെ ഓർത്ത് ദൈവത്തിന് തക്ക മഹത്വം നമുക്ക് കൊടുക്കാം. സ്തോത്രം ഹല്ലേലൂയ. ആമേൻ. അതേപോലെ തന്നെ സ്തോത്രം ഹല്ലേലൂയ ആമേൻ ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് ഇന്ന് നമ്മളോട് ഇടപെട്ടു. ആമേൻ. നാം കേട്ട വാഗ്ദത്തങ്ങൾക്ക് ഹല്ലേലൂയ ആമേൻ അതെത്ര സമയം കഴിഞ്ഞാലും സ്തോത്രം ഹല്ലേലൂയ നമ്മിലുള്ള അഭിഷേകം ഹല്ലേലൂയ ആമേൻ അത് നശിച്ചു പോകാതെ സ്തോത്രം ഹല്ലേലൂയ അത് മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ഹല്ലേലൂയ ആമേൻ വാഗ്ദത്തം ആമേൻ തന്ന ദൈവം പൂർത്തീകരിപ്പാൻ ശക്തനായ ദൈവമാ സ്തോത്രം ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ. പ്രിയ ആന്റിയും കുടുംബത്തെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. ആമേൻ. ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവ് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ആമേൻ. തുടർന്നും ആമേൻ കർത്താവിന്റെ ശക്തിയേറിയ ആമേൻ സ്തോത്രം ആയുധമാക്കി കർത്താവ് ആമേൻ ഹല്ലേലൂയ ആന്റി എടുത്ത് ഉപയോഗിക്കട്ടെ, കുടുംബത്തെയും എടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ദൈവം നമ്മളോട് അറിയിച്ച എല്ലാ ദൈവിക വചനത്തെയും ആലോചനയും ഓർത്ത് ദൈവത്തിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ജോളി ആന്റിയോടുമുള്ള നന്ദി അറിയിക്കുന്നു. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. കുഞ്ഞോൾ ആന്റി ആമേൻ ഒരു വാക്ക് ആമേൻ ആന്റിയെയും കുടുംബത്തെയും ഒരു ശുശ്രൂഷയും ആമേൻ കടന്നു വന്ന് നമ്മളെല്ലാം ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ച് ഇന്നത്തെ മീറ്റിംഗ് നമുക്ക് അവസാനിപ്പിക്കാം. സ്തോത്രം. കർത്താവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങളേക്ക് നന്ദി പറയാ കർത്താവേ. അങ്ങയുടെ പാതയുടെ കർത്താവേ ഞങ്ങൾക്ക് ഹല്ലേലൂയ ആയിരിപ്പാന് കർത്താവ് ഇതുപോലെ ഒരു അവസരം തന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയാ യേശുവിൻ നാമത്തിലാ കർത്താവേ. ഹല്ലേലൂയ ആമേ. കർത്താവേ കടന്ന കർത്താവിന്റെ ദാസ്യ കുടുംബമായി ഞങ്ങൾ ഒരുമിച്ച് ആമേ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് തന്നെ മകളെ കുടുംബമായി ഞങ്ങൾ ഓർത്ത് സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങളെ കേൾപ്പിച്ച ദൈവ തിരുവചനത്തിനായിട്ട് സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. പലപ്പോഴും ഞങ്ങൾ മാർക്കിന്ന് മാറ്റി നിർത്തുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ട് ജീവിതത്തിൽ ഉണ്ടെങ്കിലും കർത്താവേ ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ വചനം കേട്ട് ശക്തി പ്രാപിപ്പാന് കർത്താവ് തന്ന കൃപയ്ക്കായി നന്ദി. കർത്താവിന്റെ ദാസ്യ കർത്താവെ നമ്മുടെ ശുശ്രൂഷകളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കുടുംബമായി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. വരുന്ന ആളുകളിൽ കർത്താവെ ഹല്ലേലൂയ ആമേ അനേകർക്കൊരു അനുഗ്രഹമായി അനേകർക്കൊരു ആശ്വാസമായി തന്നെ മകളെ കർത്താവ് കരങ്ങളിൽ അങ്ങ് ഉപയോഗിക്കുന്നതിനായി ഞങ്ങളെനിക്ക് നന്ദി പറയാ കർത്താവെ. എന്ന് കർത്താവെ കൂടി ആമേ ഇന്ന് രാത്രികാലം ഓ ഹല്ലേലൂയ ആമേ സമയഭേദം കൂടാതെ തവേ വിവിധ ഇടങ്ങളിൽ ജോയിൻ ചെയ്ത എല്ലാ കുടുംബങ്ങളെയും ആമേ ഞങ്ങൾ വ്യക്തികളായി ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ആമേ കർത്താവ് ഞങ്ങൾ കേൾപ്പിച്ച ആലോചനകള് തവേ വ്യക്തിപരമായി ഞങ്ങളെ കേൾപ്പിച്ച ദൈവിക ഹല്ലേലൂയ ദൂതുകളെ ഞങ്ങളുടെ ജീവിതത്തിൽ അതേ കർത്താവെ അനുഗ്രഹമായി തീർക്കുവാൻ കർത്താവ് ഇടവരുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ മുൻപിൽ ഹല്ലേലൂയ ആമേ പലതും ഹല്ലേലൂയ ഒഴുകിപ്പോകുന്ന അനുഭവങ്ങൾ കർത്താവേ ഹല്ലേലൂയ കേട്ടൊരു പ്രാവശ്യം കൂടെ ആമേ അതിന്റെ മേൽ ഒന്ന് ജയം എടുത്തുകൊണ്ട് ഉറപ്പോടെ നിൽക്കുവാൻ കർത്താവ് തന്ന കൃപയ്ക്കായി നന്ദി. ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുക. താവേ എന്ത് സുമിതി കടന്നു വന്ന എല്ലാ കുടുംബങ്ങളെയും ഒരിക്കൽ കൂടി ദൈവകരങ്ങളെ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന ആലോചനകള് താവേ കേൾക്കുന്ന വചനങ്ങള് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹവും ആശ്വാസവും വിടുതലുമായി കർത്താവെ തീർപ്പാൻ കർത്താവ് പിന്നെ ഞങ്ങളെ സഹായിക്കുന്നതിനായി നന്ദി. കുടുംബമായി ഞങ്ങൾ ഓർത്ത് തന്നെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താവ് പ്രാർത്ഥന കേട്ട ദയക്കായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ആമേൻ. ഹല്ലേലൂയ. ആമേൻ ആമേൻ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഇത്രത്തോളം സമയം കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ, അനുഗ്രഹിച്ചുവല്ലോ. ഹല്ലേലൂയ. ആമേൻ. ഗുഡ് നൈറ്റ്. ഗോഡ് ബ്ലെസ് യു. മാറാനാഥ. താങ്ക് യു.